ദുആ ചെയ്തേ മതിയാകൂ. ഞാൻ അതിന് ചില ആയത്തുകളും ഹദീസുകളും കാണിക്കാം. വളരെ അല്പം. ബറക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ബറക്കത്ത് നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം പറഞ്ഞിരുന്നു. വലിയ കാരണം. എന്താ കാരണം? സൃഷ്ടിയോട് ഇല്ലായെയും വല്ലായെയും പറയുക. ബറക്കത്ത് നഷ്ടപ്പെട്ടു. ചിന്തിക്കുക. ഒരു സൃഷ്ടിയോടും ഇല്ലായും വല്ലായും പറയരുത്. സൃഷ്ടി ഫഖീറാണ്. സൃഷ്ടാവിനോട് പറയണം. അവനാണ് അല്ലാഹ്. അവന് മശായിഖന്മാരോടുള്ള നിന്റെ ഖുർബത്തിനെ തവസ്സുലാക്കിയാൽ വിരോധമല്ല. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. മശായിഖന്മാരുടെ വഴി തേടിയാൽ പ്രധാന വിരോധമല്ല. അതും ദുആഇന്റെ ആദാബിൽ മഹാന്മാരെണ്ണിയതാണ്. ഞാൻ പറയുന്നത് അല്ലാഹുവോട് ദുആ ചെയ്യുക എന്നതിൻ്റെ പ്രാധാന്യം. നമുക്കൊരു സ്വഭാവമുണ്ട്. എന്ത് പ്രയാസം ഉണ്ടായാലും നമ്മൾ മനുഷ്യന്മാരോട് പറയും. മനുഷ്യന്മാരോട് പറഞ്ഞാൽ പിന്നെ ആ കാര്യം അല്ലാഹു ഏറ്റെടുക്കൂല. മനുഷ്യന്മാരോട് പറയാൻ പാടില്ല. ഞാനൊരു പക്ഷേ ഈ കൊല്ലം പഠിച്ച ഏറ്റവും നല്ല കവിത അതായിരിക്കും. ആ കവിത എൻ്റെ മനസ്സിൽ ചെലുത്തിയ സ്വാധീനത്തിന് കയ്യും കണക്കില്ല. ഭയങ്കര ഒരു കവിതയാണ്. ഞാൻ പിന്നെ ഒരാളോട് എൻ്റെ കാര്യം പറഞ്ഞിട്ടുമില്ല. ഈ കവിത പഠിച്ചതിൽ പിന്നെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അല്ലാഹ്, നീ അല്ലാത്തുള്ളവരോടൊക്കെയുള്ള പറച്ചിൽ ഞാൻ നിർത്തി. എനിക്ക് ഉറപ്പാണ് അവരിൽ നിന്നൊക്കെയുള്ള എൻ്റെ നിരാശയെ എനിക്ക് ബോധ്യപ്പെട്ടു. ഈ ഫഖരിഹി ആരോട് പറഞ്ഞാലും അവരൊക്കെ ഫഖീറന്മാരാണ്. എന്തിനാ അവരോട് പറയണം? ഞാൻ എൻ്റെ ആവശ്യവും കൊണ്ട് നിന്റെ വാതിലിൽ മുട്ടുകയാണ്. പിന്നെ നീ എങ്ങനെ എന്നെ ഒഴിവാക്കുക? എനിക്ക് നഷ്ടം വരൂല. റബ്ബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അല്ലാഹു എന്തൊരു അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്ഥാനം ഭയങ്കര. പിന്നെ സൃഷ്ടി ഫഖീറ. ആരാണിത്? പറഞ്ഞിട്ടുണ്ടല്ലോ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس أنتم الفقراء إلى الله والله هو الغني الحميد. സൂറത്ത് ഫാത്തിറിന്റെ 15-ാമത്തെ ആയത്ത്. അങ്ങനെ വല്ലാത്ത വർത്താനല്ലേ പറഞ്ഞത്? യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. മനുഷ്യന്മാരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളെല്ലാം അല്ലാഹുവിലേക്ക് ഫഖീറന്മാരാണ്. ഒക്കെ ഫഖീറാണ്. ഫക്കീറല്ലാത്ത ഒരാളുമില്ല. ഇല്ലെന്ന് ഒക്കെ ഫക്കീർ. ആരാ മൊലാളി? മൊലാളി എന്ന് പറഞ്ഞാൽ അല്ലാഹ്. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. മൊലാളി. മറ്റതൊക്കെ എന്താന്ന് വെച്ചാല് ഒരു മൂക്കുപ്പൊടി വലിച്ചപ്പോൾ ഒരല്പം മൂക്കുപ്പൊടി തലച്ചോറ് കയറി എങ്കിൽ ആ മൂക്കുപ്പൊടി തലച്ചോറിനുള്ളിൽ നിന്ന് എടുക്കാൻ മാത്രം പൈസ ഉള്ള ഒരു മൊലാളിയൊന്നും ഇന്നില്ല. ഒരാളുമില്ല. ഒരാൾക്കും കഴിവില്ല. ഞാൻ നിങ്ങളോടാണ് പറഞ്ഞു. എൻ്റെ ഓർമ്മ നിങ്ങളോടാണോ എന്ന് എനിക്കറിയില്ല. ഈ നോമ്പ് വന്നിട്ട് ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ സയ്യിദ്ന മൂസാക്ക് അലൈഹിസ്സലാം വയറ്റിൽ വേദന ഉണ്ടായി. പറഞ്ഞു ആവോ. അപ്പോൾ എന്ത് ചെയ്തു? അള്ളാഹിനോട് പറഞ്ഞു, അല്ലാഹ് എനിക്ക് വയറ്റിൽ വേദനയാണ് അല്ലാഹ്. ഇമാം റാസി തങ്ങൾ തഫ്സീറുൽ കബീറിൽ 1-ാം വാള്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് വയറ്റിൽ വേദനയാണ് അല്ലാഹ്. അപ്പോൾ സീനായ് മരുഭൂമിയിൽ തുവാമലയുടെ താഴ്വാരത്തിൽ ഉള്ള ഒരു ചെടിയെ കുറിച്ച് അള്ളാഹു മൂസ നബിക്ക് വഹയി നൽകി. നിങ്ങൾ പോയിട്ട് ആ ചെടി പറിച്ചിട്ട് അത് കുത്തിപ്പിഴിഞ്ഞിട്ട് നിങ്ങൾ കുടിച്ചാൽ നിങ്ങളുടെ രോഗം മാറും, വയറ്റിൽ വേദന മാറും. പിറ്റേന്ന് രാവിലെ മൂസ നബി അലൈഹിസ്സലാം സിനായ് മരുഭൂമിയിൽ തുവാൻമലയുടെ താഴ്വാരത്തേക്ക് പോയി. അങ്ങനെ അന്വേഷിച്ച് ചെടി കണ്ടെത്തി. ചെടി കൊണ്ടുവന്നു, കുത്തിപ്പിഴിഞ്ഞ് കുടിച്ച് വയറ്റിൽ വേദന മാറി, സുഖായി.
കുറെ കാലം കഴിഞ്ഞു, അനവധി വർഷങ്ങൾ കഴിഞ്ഞു. അനവധി വർഷം കഴിഞ്ഞപ്പോൾ ഇതാ ആ വയറ്റിൽ വേദന വീണ്ടും തിരിച്ചു മടങ്ങി. പിന്നെ വയറ്റിൽ വേദന തുടങ്ങി. അപ്പോൾ മൂസാ നബി ദുആ ചെയ്യാൻ മെനക്കെട്ടില്ല. കാരണം ഇനി ദുആ ചെയ്യേണ്ട ആവശ്യം ഇല്ലാലോ. കാരണം വയറ്റിൽ വേദനയുടെ മരുന്ന് അള്ളാഹു നേരത്തെ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വയറ്റിൽ വേദന തോന്നിയപ്പോൾ മൂസാ നബി പിറ്റേന്ന് രാവിലെ നേരെ മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ആ ചെടിയുണ്ടായി പറിച്ചിരുന്ന സിനായ് മരുഭൂമിയുടെ താഴ്വാരത്തിൽ, തുവായുടെ താഴ്വാരത്തിലുള്ള ഏരിയയിലേക്ക് പിറ്റേന്ന് രാവിലെ പോയി. സയ്യിദ്നാ മൂസ ചെടി കണ്ടുപിടിച്ചു, കൊണ്ടുവന്നു, കുത്തിപ്പിഴിഞ്ഞു, കുടിച്ചു. രോഗം മാറിയില്ല. പിറ്റേന്നും പോയി, പലതവണ പോയിട്ട് ഈ ചെടി കൊണ്ടുവന്ന് കുത്തിപ്പിഴിഞ്ഞു കുടിച്ചിട്ടും മൂസാ നബിയുടെ രോഗം മാറിയില്ല. സയ്യിദ്നാ മൂസാ അലൈഹിസ്സലാം അയലങ്ങോട്ട് കരഞ്ഞോയി പഠിച്ചോനെ, ഇതെന്ത് പൊല്ലാപ്പാണ്. ആദ്യം ഞാന് റബ്ബെ ഒറ്റ തവണ അത് കുടിച്ചിട്ടുള്ള, അപ്പോഴത്തേന് രോഗം മാറി. ഇപ്പോൾ ഞാൻ ആ ചെടിയിൽ നിന്ന് പലതവണ കുടിച്ചു, എന്നിട്ട് രോഗം മാറിയില്ല. അപ്പോൾ അള്ളാഹു പറഞ്ഞു, മൂസ ആദ്യം നീ മരുന്ന് തേടിയത് എന്നിൽ നിന്നാണ്, ഇപ്പോൾ നീ മരുന്ന് തേടിയത് നിന്നിൽ നിന്നാണ്. എന്നിൽ നിന്ന് തേടുന്നവരോട് ശമിപ്പിക്കേണ്ട ബാധ്യത മാത്രമേ എനിക്കുള്ളൂ. ആദ്യത്തെ തവണ നിന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സഹായമല്ലാത്തൊരു രക്ഷയും നിനക്കില്ല. രണ്ടാമത്തെ തവണ ഈ വിഷയം നിനക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊരു മനസ്സിന്റെ ധാരാളിത്തം നിനക്കുണ്ടായിരുന്നു. ഇനി പോയിക്കോന്നു. പിറ്റേന്ന് രാവിലെ പോയി ഒറ്റത്തവണ കുടിച്ചു, രോഗം മാറി, പിന്നെ മടങ്ങി വന്നില്ല. അതാണ് അല്ലാഹു. എന്ത് ന്യായം പറഞ്ഞാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആഇന്റെ ഫളലിന് ഇനി ഒരു ന്യായം പറയാൻ പറ്റില്ല. ഭയങ്കര ഒരു രാജാവും ഇല്ലല്ലോ. ഏത് രാജാവാണ്? നമ്മളെല്ലാരും പറയും രാജാവ് രാജാവ്. എന്ത് മലിക്കുൽ മുലൂകി വഹുക്മുഹു ഫീ ഖൽഖിഹി മാലിൻ വലാ ഹുക്മുൻ യുറാ ലിസിവാഹു. വലിയ രാജാവ് എന്ന് നമ്മൾ ചില ആളുകളെ പറ്റി പറയും. എന്ത് രാജാവ്? മലിക്കുൽ മുലൂക്, രാജാക്കന്മാരിൽ രാജാവ് അല്ലാഹുവാണ്. വഹുക്മുഹു ഫീ ഖൽഖിഹി മാലിൻ, അല്ലാഹുവിന്റെ നിയമമാണ്. അള്ളയാണ് രാജാവ്. രാജാവ് എന്ന് പറയാവുന്ന രാജാവ് ആരാ? അള്ളാഹുവാണ് രാജാവ്. വേറുള്ളവരൊക്കെ എന്താ പറയാ, അവരൊക്കെ ഇങ്ങനെ ചരിത്രത്തിൽ വന്നു പോകുന്ന ആളുകൾ മാത്രമാണ്, രാജാവല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇക്കൊല്ലം ഞാന് വലിയ രാജാവിനെ കണ്ട കൊല്ലാണ്. ഇക്കൊല്ലം ഞാന് വലിയ രാജാവിനെ കണ്ട് $20 കൊടുത്തത്. $20 കൊടുത്ത് ഞാൻ വലിയ രാജാവിനെ കണ്ടു. വലിയ ആളാണ്, ചെറിയ ആളൊന്നല്ല. ഈജിപ്റ്റ് മ്യൂസിയം മുഴുവനും, ഈജിപ്തിലെ നാഷണൽ മ്യൂസിയം മുഴുവനും തെണ്ടി നടക്കാൻ ചില്ലറ ഒരു ടിക്കറ്റ് എടുത്താൽ മതി, ഒരാളെ ഒഴികെ. അയാളെ കാണണമെങ്കിൽ $20 കൊടുക്കണം. എനിക്കാകട്ടെ അയാളെക്കുറിച്ച് ഞാൻ കേരളത്തിൽ വയറു പറയാത്ത ദിവസമില്ല. കാണാൻ പൂതില്ലാതിരിക്കോ? $20 കൊടുത്തു. ഞാൻ അങ്ങനെ അയാളെ കാണാൻ ചെന്നു. എന്റെ വിചാരത്തിലെ ഇയാൾ വലിയൊരാളാണ് ഞാൻ വിചാരിച്ചത്, വലിയൊരു ജന്തു ആയിരിക്കുന്നൊക്കെ ഞാൻ വിചാരിച്ചത്. ചെന്ന് നോക്കുമ്പോ എന്താ കഥ, ഇയാൾ ഒരു 5-5.5 ഫൂട്ടേ ഉള്ളൂ. ഒരു 5-5.5 ഫൂട്ട്. ഇങ്ങോട്ട് നോക്കണേ, ഒരു 5-5.5 അത്രേ ഉള്ളൂ. 5-5.5 ഫൂട്ട് അത്രേ ഉള്ളൂ. ഇങ്ങനെ കിടക്കുക. എത്ര കാലാ, എത്രയായി കിടക്കുന്നു? 3250 വർഷം. കൃത്യമായി പറഞ്ഞാൽ BC 1250 സൂയസ് ഉൾക്കടലിൽ മുങ്ങിച്ചാവുന്നത് ഫിർഔൻ. ആരാണ്? ഇയാളാണ് വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ പുഴ പോലും എന്റെ സമ്മതമില്ലാതെ ഒഴുകില്ല എന്ന് പറഞ്ഞു. ഈ പുഴ ഒഴുകണമെങ്കിൽ ഞാൻ സമ്മതം കൊടുക്കണം എന്ന് പറഞ്ഞത് അയാൾ. ആരാ മൂസ? നിന്റെ പടച്ചോൻ ആരാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അല്ലദീ യുനസ്സിലുൽ ഗൈസ, മഴ പെയ്യിപ്പിക്കണവനാണ്. അതിൽ ഫിർഔൻ ചിരിച്ചു. എന്നാലും ഞാനാണ് നേതാവ്. കാരണം മഴ പെയ്താ പോരല്ലോ, മഴ ഭൂമിയിലെത്തിയ സ്വീകരിക്കണമെങ്കിൽ ഭൂമി വേണ്ടേ? നിന്റെ പടച്ചോൻ എവിടെയാ ഭൂമി? ഈ മിസ്റിലെ ഭൂമി മുഴുവനും എന്റേതാണ് എന്ന് പറഞ്ഞു.
ഇവനെയാണ് ഞാൻ കണ്ടത് ഈ കൊല്ലം. 3250 കൊല്ലായിട്ട് ഒരു കിടപ്പാണ്. അപ്പൊ എന്ത് രാജാവ്, എന്ത് രാജാവും നമ്മൾ പറയും എന്ത് രാജാവ്. എന്റെ കുട്ടിക്കാലത്ത് ഏറ്റവും വലിയ, ഇന്ത്യയിൽ ഏറ്റവും പത്രക്കാർ ശ്രദ്ധിച്ചിരുന്ന ആൾ ഇന്ദിരാഗാന്ധിയാണ്. എവിടെ പോയി? അവരെ പൊന്നുമോനുണ്ടായിരുന്നു, എവിടെ പോയി? അപ്പോൾ പിന്നെ എന്തു രാജാവും? വലിയ രാജാവിന് വലിയ സ്വാധീനമുള്ള ഒരു പെണ്ണുണ്ടായിരുന്നു. ഞാൻ ആ പെണ്ണിന്റെ കുപ്പായം കണ്ട് ഞാൻ മ്യൂസിയത്തിൽ തളർന്നിരുന്നു. വലിയൊരു, ഞാൻ വളരെ ചിന്തിച്ചു പോയ ഒരു കുപ്പായമാണിത്. ഒരു ബ്ലൗസ്, ചെറിയ ഒരു തിളക്കമുണ്ട് ആ ബ്ലൗസിന്. ആരുടെ ബ്ലൗസാന്ന് നിങ്ങൾക്കറിയോ? മുന്തസ്മാൻ. ആരുടെ ഭാര്യ? ഷാജഹാൻ. ആരാ ഷാജഹാൻ? ഷാജഹാൻ താജ്മഹൽ ഉണ്ടാക്കിയില്ലേ? അതിന് നിനക്കെന്താ? ഷാജഹാൻ ജീവിക്കുന്ന കാലത്തെ ലോകത്തെ ഏറ്റവും വലിയ പണക്കാരൻ ഷാജഹാനാണ്. ലോകത്ത് ഡൽഹി ജുമാ മസ്ജിദ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരികയാണ് ഷാജഹാൻ. കുതിരവണ്ടിയിൽ സ്വർണം ചാക്കിൽ കെട്ടിവെച്ചു. കുതിരവണ്ടിയിൽ കയറിയിരുന്നു. ആഗ്രയിൽ നിന്ന് കുതിരവണ്ടിയിൽ കയറി വലിയ പരിവാര സമേതം ഡൽഹി ജുമാ മസ്ജിദ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരികയാണ് ഷാജഹാൻ. അതൊരു രംഗാണ്. ഡൽഹിയുടെ പേര് ഡൽഹി അല്ല, ഡൽഹിയുടെ പേര് ഷാജഹാനാബാദ് എന്നാണ്. അത് പിന്നീട് ഡൽഹി ആയതാണ്. ഡൽഹിയുടെ പേര് ഡൽഹി അല്ല, ഡൽഹിയുടെ പേര് ഷാജഹാനാബാദ്. അതാണ് ഡൽഹി. വന്നിട്ട് കുതിര വണ്ടിയിൽ ഇങ്ങനെ ഇരുന്നു, കൈ ഇങ്ങനെ നിറച്ചത് വാരിയിട്ട് ഇങ്ങനെ എറിഞ്ഞു. ഇങ്ങനെ ഒരു ചാക്ക് കഴിയുമ്പോൾ അടുത്ത ചാക്ക് കയറ്റി വെക്കും, എറിയും. 100 കണക്കിന് ചാക്ക് കെട്ട് സ്വർണ്ണ നാണയങ്ങൾ വാരി ഇങ്ങനെ വെതറിയിട്ടാണ് ഉദ്ഘാടനത്തിന് വേണ്ടി പാടയോരത്തെ മനുഷ്യർക്ക് ഇങ്ങനെ എറിഞ്ഞുകൊടുത്തു ഷാജഹാൻ. അങ്ങനെയാണ് ഡൽഹി ജുമാ മസ്ജിദ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഷാജഹാൻ കയറി വരുന്നത്. ലോകത്തെ ചരിത്രങ്ങളിൽ അവിസ്മരണീയമായ ഒരു ചരിത്രമാണ്. വിധിയുടെ വൈപരീത്യം എന്ന് വേണമെങ്കിൽ പറയാം. അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ സഫറിന് മര്യാദക്ക് ഒരു കോട്ട് പോലും ഉണ്ടായിരുന്നില്ല. അതും ചരിത്രത്തിലെ വേറൊരു വൈപരീത്യമാവാം. ഏതായാലും ഈ ഷാജഹാന്റെ ഭാര്യയുടെ മുന്തസ് മഹലിന്റെ ഒരു ജാക്കറ്റ് ഇപ്പോഴും കാണാം ആഗ്രയിൽ. നമ്മളെ ചിന്തിപ്പിക്കും. ആരാ ജാക്കറ്റ് അണിഞ്ഞിരുന്ന പെണ്ണെവിടെ പോയി? അവരൊക്കെ എവിടെ പോയി? ചരിത്രത്തിലൊക്കെ വലിയ വലിയ ആളായിരുന്നു, പക്ഷെ എവിടെ പോയി? അതാണ് മലികുൽ മുലൂക് വഹുക്മുഹു ഫീ ഖൽഖിഹി മാലിൻ വലാ ഹുക്മുൻ യുറാലി സിവാഹു. രാജാവ് എന്ന് പറഞ്ഞാൽ അല്ലാഹു. വേറൊരു രാജാവ്, വേറൊരാൾക്കും അധികാരമില്ല. ഒരുത്തന്റെ അധികാരം ഇവിടെ പ്രത്യക്ഷമല്ല. പ്രത്യക്ഷപ്പെടുന്ന അധികാരത്തിന്റെ ഉടമക്കാരൻ ഒന്ന് പറഞ്ഞേക്ക്. ആ ആളെ പേരൊന്ന് പറയേ. അല്ലാഹ്. എന്തൊരു പേരാണ്! ഖൈറുൽ അസ്മാഇ ഫിൽ അർളി വസ്സമാ. ആകാശത്തെ ഏറ്റവും നല്ല പേര് അല്ലാഹ്, ഭൂമിയിലെ ഏറ്റവും നല്ല പേരും. ഒന്ന് ഉറക്കെ പറ അല്ലാഹ്. ഒന്ന് ഉറക്കെ പറ. വല്ലാത്ത പേരല്ലേ, എന്തൊരു പേരാണ്! അതുകൊണ്ട് അവനോട് ചോദിക്കാൻ മടിക്കേ ചെയ്യരുത്. എന്ത് ചോദിച്ചോ ഭയങ്കര അല്ല കൊടുക്ക്. കയ്യിലോ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിക്കണം. ആരാ, എത്രയാ മുതല്? ഏതൊരു വസ്തുവിന്റെയും ഖജനാവ് എന്റെ കയ്യിൽ നിറഞ്ഞു കിടക്കുകയാണ്. അല്ലാഹു പറയാ, ജല്ല ജലാലായ സുബ്ഹാൻ, അല്ലാഹു നമുക്ക് ഇറക്കി തരട്ടെ. നിറഞ്ഞു കിടക്കുക, ഒന്നിനും കമ്മിയില്ല. ഒന്നിനും കമ്മിയില്ല. ഒന്നും അവനല്ലാതെ കഴിയൂല. സമർത്ഥവും പ്രധാനവുമായ 4 ചോദ്യം ചോദിക്കുന്നുണ്ട് സൂറത്തുൽ വാഖിഅയിൽ. അതുകൊണ്ടായിരിക്കാം എല്ലാ രാത്രിയിലും വാഖിഅ സൂറത്തോടാൻ പരിശുദ്ധ ശറഅ സുന്നത്താക്കിയത്. എല്ലാ ദിവസവും 4 ചോദ്യത്തെ അഭിമുഖീകരിക്കണം. അഫറഅയ്തും മാ തുംനൂൻ,
നിങ്ങളിൽ നിന്ന് സ്രവിക്കുന്ന മനിയിനെ പറ്റി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിന്നാണല്ലോ ഈ കാണുന്ന ജനകോടികളിൽ ഉണ്ടായത്. അൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. നിങ്ങൾ നിങ്ങളെ മോന് എന്ന് പറയും, നിന്റെ കുട്ടിയാണ് എന്ന് പറയും. നിന്റേത് എന്താണ് അതിലുള്ളത്? അല്ല, ഈ പറയും നിന്റെ മോനാണ്, നിന്റെ കുട്ടിയാണ്. ശരി, നിന്റേത് എന്തായാലുള്ളത്? മനീയ്, അത് നിന്റേതല്ലല്ലോ, അത് പഠിച്ചതാരാണ്? പിന്നെ നീ പറയും ഇക്കാണുന്ന തോട്ടങ്ങൾ, ഇക്കാണുന്ന കൃഷികൾ മുഴുവനും എന്റേതാണ്, ഒക്കെ എന്റേതാണെന്ന് ഇങ്ങനെ പറയും. അത് നമ്മൾ തോട്ടം കണ്ട് അത്ഭുതപ്പെടും. നമ്മുടെ തോട്ടം കണ്ട് നാം തന്നെ അത്ഭുതപ്പെടും. ഞാൻ ഈ വർഷം കൈറോവിൽ നിന്ന് അലക്സാണ്ട്രിയയിലേക്ക് പോവുകയാണ്. വിശാലമായ ഒരു തോട്ടത്തിന്റെ മുകളിൽ അൽ ജന്ന, മുന്നിൽ അൽ ജന്ന എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് അൽ കഹ്ഫിൽ 16 ആയത്തുള്ള ഒരു ജന്നത്തിനെ പറ്റി ഓർമ്മ വന്നു. വദ്രിബുലഹും മസലൻ റജുലൈനി ജഅൽനാ ലിഅഹ്ദിഹിമാ ജന്നതൈനി മിൻ അഅനാബ് വഹഫഫ്നാഹുമാ ബിനഖ്ലിൻ വജഅൽനാ ബൈനഹുമാ സറഅ കിൽതൽ ജന്നതൈനി ആതത് ഉകുലഹാ വലം തദ്ലിം മിൻഹു ശൈഅൻ വഫജ്ജർനാ ഖിലാലഹുമാ നഹറാ വകാന ലഹു സമറുൻ ഫഖാല ലിസാഹിബിഹി വഹുവ യുഹാവിറു അന അക്തറു മിൻക മാലൻ വഅഅസ്സു നഫറാ വദഖല ജന്നതഹു هو ظالم لنفسه قال ما أظن أن تبيد هذه أبدا وما أظن الساعة قائمة. ഞാൻ വിശദീകരിക്കുന്നില്ല. വലിയ വലിയ തോട്ടങ്ങൾ ആരാ ഉണ്ടാക്കിയത്? അല്ലാഹു അല്ലാതെ. فرأيتم ما تحرثون أأنتم تزرعونه أم نحن الزارعون. നിങ്ങൾ വിത്ത് മണ്ണിൽ കൊണ്ടുപോയിടുന്നു. ഈ വിത്തിനെ അങ്ങനെ അതിനെ മുള പൊട്ടിച്ച് തളിർപ്പിച്ചത് നിങ്ങളോ അള്ളാഹുവോ ഞാനോ നിങ്ങളോ? നിങ്ങൾ ചിന്തിക്കൂ എന്ന് പറയും. നിങ്ങൾ വെള്ളം കുടിക്കുന്നു, നിങ്ങൾ വെള്ളത്തിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ എന്ന് അള്ളാഹു. 4 ചോദ്യമാണ് അൽവാഖിഅയിലെ ചോദ്യം. അത് ശക്തമാണ്. അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ أأنتم أنزلتموه من المزن أم نحن المنزلون. മേഘക്കൂട്ടത്തിൽ നിന്ന് വെള്ളത്തെ ഇറക്കിയത് നീയോ ഞാനോ? നീ എന്താ ചിന്തിക്കാത്തത്? ഞാൻ ഈ അടുത്ത ദിവസം ബോംബെന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് വരികയാണ്. ഫ്ലൈറ്റ് ഒരു ജൂൺ 16-ാം തീയതിയാണ് എൻ്റെ ഓർമ്മ. ഫ്ലൈറ്റ് ബോംബെന്ന് പൊങ്ങിയിട്ട് ഒരു സുഖമല്ല, മേഘം തന്നെ, മേഘത്തിൻ്റെ ഇടയിൽ തന്നെ വല്ലാത്ത ബേജാറ്. ഇതിങ്ങനെ കണ്ടപ്പോൾ ബേജാറ് പോയി. സുബ്ഹാനല്ലാഹ്, ഇനി എങ്ങനെ ലാൻഡ് ചെയ്യുക എന്ന് വിചാരിച്ചു. കേരളത്തിൽ വന്നപ്പോഴോ മഴ പെയ്തിട്ടില്ല. കേരളത്തിൽ വന്നത് ഒരു വെള്ളിയാഴ്ച രാവിലെയാണ്. നേരെ എൻ്റെ പള്ളിയിൽ കയറി ചെന്നപ്പോൾ എൻ്റെ പള്ളിയിലെ പ്രധാനപ്പെട്ട ആൾ ഞാൻ കയറി ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ മഴക്ക് വേണ്ടി ഒന്ന് ആർക്കണേ. അങ്ങനെ ആലോചിച്ചു. മേഘം ഇല്ലാത്തതുകൊണ്ടല്ല, തരാൻ വിചാരിച്ചിട്ടില്ല. അവൻ വിചാരിക്കണ്ടേ, ആർക്കാണ് ഇവിടെ മേഘത്തെ ഇറക്കാൻ കഴിയുക? ജല്ല ജലാലായ സുബ്ഹാനല്ലാഹ്, ആർക്കാണ് ഈ പ്രകൃതിയുടെ രീതിയെ സ്ഥാപിക്കാൻ കഴിയുക? അപ്പോൾ അവനാരാ? അയ്യാണ്ട് പൊക്കിയാൽ അവനാരാ? ചിലപ്പോൾ നമ്മൾ പറയും, നമ്മളൊന്നും പറഞ്ഞാൽ അല്ലാഹു തആല നമ്മളൊന്നും പറഞ്ഞാൽ അല്ലാഹു തആല കേൾക്കൂല, കഫറും. വാക്ക് പറഞ്ഞ കഫറും. അല്ലാഹു കാക്കട്ടെ. വാക്ക് പറഞ്ഞ കഫറും അപ്പോൾ കഫറും. അവനാരാ? يسمع ذبيب النملة على الصخرة الصماء في الظلمة السوداء. കുരാക്കൂരിയിരുട്ടിൽ വെണ്ണക്കല്ലിന്റെ മുകളിലൂടെ നടക്കുന്ന കുഞ്ഞനുറുമ്പിന്റെ കാലിന്റെ മർമ്മരം കേൾക്കുന്നവനാണ് അല്ലാഹ്. അല്ലാഹ് ആരാ ഇത് പറഞ്ഞത്? ലോകത്തെ ഏറ്റവും വലിയ സാഹിത്യകാരൻ പുണ്യ റസൂൽ. അല്ലാഹ് എന്തൊരു വാക്കാ! ഇസ്മഉ ദബീബൻ നംല. മനുഷ്യൻ പോലും വെണ്ണക്കല്ലിന്റെ മുകളിൽ നടന്നാൽ ശബ്ദം ഉണ്ടാവില്ല. ഇതാരാ നടന്നത്? കുഞ്ഞനുറുമ്പ്. എപ്പോഴാ നടന്നത്? കുരാക്കൂരിയിരുട്ടിൽ. എന്തിലാ നടന്നത്? വെണ്ണക്കല്ലിന്റെ മുകളിൽ. ആരാ നടന്നത്? കുഞ്ഞനുറുമ്പ്. ഇസ്മഉ ദബീബൻ നംല അല സ്വഖറത്തി സുമ്മാ ഫിൽ വൽമത്തി സൗദാ.
കുരാക്കുരിയിരുട്ടിൽ വെണ്ണക്കല്ലിന്റെ മുകളിലൂടെ നടക്കുന്ന ഉറുമ്പിന്റെ കാലിന്റെ മർമ്മരം കേൾക്കുന്നവനാണ്. ഓർക്കെ പറ അല്ലാഹ്. അവനെന്താ? അവനാ സംരക്ഷിക്കും. ഒന്നും സംരക്ഷിക്കാൻ അവനൊരു പ്രയാസമില്ല, ഒന്നുമില്ല. എന്ത് പ്രയാസമുള്ളത്? അല്ല, ഇങ്ങനെ ഇട്ടാല് വീണു. ഞാൻ ഇട്ടാ പിന്നെ ഇതിന്റെ ഇന്നത്തെ വയറിൽ കഴിയുമെന്ന് വിചാരിച്ചിട്ടാണ് വീണു. എന്നാൽ മനുഷ്യനൊരു പ്രത്യേക ടെക്നോളജിയെ കുറിച്ച് അള്ളാഹു ബോധം കൊടുത്തു. ആ ടെക്നോളജി അവൻ വികസിപ്പിച്ചു. പിന്നെ അതവൻ പ്രത്യേക ഉരുപ്പടികളായി സംയോജിപ്പിച്ചു. പിന്നെ അതിന് റൺവേ ഉണ്ടാക്കി. ഇങ്ങനെ ഒറ്റക്ക് ഒരു ചുരുങ്ങിയതൊരു 13-15 ടൺ ഉണ്ടാവും ഒരു ഫ്ലൈറ്റ്. ഒരു ബോയിങ് ചുരുങ്ങിയത് 13-15 ടണ്ണ്. അല്ലാ, വിമാനത്തിലിരിക്കുമ്പോൾ വിമാനത്തിനെ പറ്റി ചിന്തിച്ചാൽ ചിലപ്പോൾ അവിടുന്ന് കാലിയായി പോകും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ചിന്തിച്ചില്ല എന്താണ്? ഒരു പ്രയാസമല്ല അള്ളാഹുവിന്. എന്ത് പ്രയാസം? വല്ലാത്തൊരു ബൈത്താണത്, വല്ലാത്ത ബൈത്ത്. ഒരു പ്രയാസമല്ല, അവനാണ് ഹഫീൽ. അല്ലാഹ് ഭൂമിയിലോ ആകാശത്തോ എന്തെങ്കിലും ഒന്നിനെ സംരക്ഷിക്കാൻ അള്ളാഹ്ക്ക് ഒരു പ്രയാസമല്ല, ഒന്നുമില്ല, ഒരു പ്രയാസം. ചിന്തിക്കും, മിനിയങ്ങൾ ചിന്തിക്കണം. ഒന്നുമില്ല. മനുഷ്യനെപ്പോഴും ബേജാറിലാണ്. അള്ളാഹുവിന് ഒരു പ്രയാസമില്ല, ഒന്നിനുമില്ല. അവനാണ് അല്ലാഹ്. നമ്മൾ ഫഖീറാണ്, അവൻ ഗനിയാണ്. അള്ളാഹു മുലാളിയാണ്. അള്ളാഹുടെ പേരാണ് സമദ്. എന്താ സമദിന്റെ അർത്ഥം? ഹുവൽ ഗനിയ്യു അൻ കുല്ലി ഷൈഇൻ വയഹ്താജു ഇലൈഹി മാ സിവാ. ഇസ്രായേലികളിൽപ്പെട്ട ഒരാള് ഒരു ബിംബത്തിനെ ആരാധിക്കുന്നു. യാ സനമു യാ സനമു യാ സനമു യാ സനമു എന്ന് പറഞ്ഞ് അയാളുടെ ആവശ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്നു. അതിനിടയിൽ അയാൾ യാ സനമു യാ സനമു യാ സനമു പറഞ്ഞ് യാ സമദു എന്ന് ആയിപ്പോയി. അപ്പോൾ അള്ളാഹു ഉടനെ അയാളുടെ ആവശ്യം നിർവഹിച്ചു കൊടുത്തു. മൂസാ നബി അള്ളാഹുവോട് ചോദിച്ചു, അള്ളാഹ് ഇയാളൊരു മുശ്രിക്കല്ലേ? അപ്പോൾ അള്ളാഹു പറഞ്ഞു അയാൾ സമദ് എന്നാണ് വിളിച്ചത്. അപ്പോൾ മൂസാ നബി പറഞ്ഞു, അള്ളാഹു അയാൾക്കത് പേച്ചതാണ്. അപ്പോൾ അള്ളാഹു പറഞ്ഞു, പേച്ചതാണ്, എനിക്കറിയാലോ പേച്ചതാണ് ഞാനല്ലേ നിങ്ങൾക്ക് അറിയിച്ചത്, എനിക്കറിയാം പേച്ച. എന്നാലും അയാൾ വിളിച്ചത് നിന്റെ പേരാണ്, സമദ് എന്നാണ്. ഇനി എനിക്ക് നോക്കിയിരിക്കാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ മനസ്സിലായില്ല? നിങ്ങളിപ്പോ ഇവിടെ ഇല്ല. യാ സ്വനമു യാ സ്വനമു യാ സ്വനമു എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യം പറയുന്നതിനിടയിൽ ഒരാളുടെ വാക്ക് യാ സ്വനമു എന്ന് പറഞ്ഞ് യാ സമദൂന്ന് ആയിപ്പോയി. സമദേ എന്ന് പറഞ്ഞു ഉടനെ ആവശ്യം നിർവഹിച്ചു കൊടുത്തു. മൂസാ നബി പറഞ്ഞു, അള്ളാഹുവേ അയാൾക്ക് വായ്പയച്ചതല്ലേ? അള്ളാഹു പറഞ്ഞു, അയാൾക്ക് വായ്പയച്ച തന്നെയാ, പക്ഷെ അയാൾ പറഞ്ഞത് നിന്റെ പേരാണ്. അപ്പോൾ പിന്നെ അള്ളാഹിന്റെ പേരും കൊണ്ട് ഇങ്ങനെ ഒരു പണിയെടുക്കാതെ അടയിരിക്കണം നമ്മളെ ആപത്ത് എത്ര മോശമായിരിക്കും. നമ്മളതൊന്നും ചെയ്യൂല. ഞങ്ങളോട് പറഞ്ഞില്ലേ, ഫർള് നിസ്കാരത്തിന് ശേഷം 120 തവണ 29 തവണ യാ ലത്തീഫ് എന്ന് ചൊല്ലി. യാ ലത്തീഫിന് വലിയ ഫളലാണ്, വിഷയം നിർവഹിച്ചിട്ടുണ്ടാവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടത്തിൽ. അല്ലെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം, ഒരു പൊതു നിയമം പറയാം, ഏത് കാര്യം ആവശ്യമുള്ളവരും മുസ്തഫ നബിക്ക് സ്വലാത്ത് ചെല്ലണം, അല്ലാതെ ഒന്നും കിട്ടൂല. എന്തുകൊണ്ട്? റഹ്മത്തിന്റെ വാതിൽ പുണ്യ റസൂലാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ലോകത്തെ സകല റഹ്മത്തിന്റെയും വാതിൽ പുണ്യ റസൂലിന്റെ കയ്യിലാണ്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മൾ ചിന്തിക്കാം, അള്ളാഹുവിന്റെ ഖൈന, അള്ളാഹു വലിയ മുലാളിയാണ്.
അല്ലാഹു എല്ലാം കൈവശമുള്ളവനാണ്. ഒരു കമ്മിയുമില്ല, ഒരു പ്രയാസമില്ല, ഒരു കമ്മിയുമില്ല. അവനാണ് വനി. വേറൊരായത്ത് സൂറത്ത് മുഹമ്മദ് 38-ാമത്തെ വചനം, അല്ലാഹുൽ വനിയ്യു വഅൻതുമുൽ ഫുഖറാ. അല്ലാഹുവാണ് ധനാഢ്യൻ, അവനാണ് കഴിവുള്ളവൻ, നിങ്ങളെല്ലാം ഫഖീറന്മാർ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഗിനയിൽ നിന്ന് അല്ലാഹു നമുക്ക് ഇറക്കി തരട്ടെ. ദുആ ചെയ്യാതിരുന്നാലോ ഒന്നും കിട്ടൂല. ദുആ കൊണ്ടാണ് കാര്യങ്ങൾ നടന്നു പോവുക. ഒന്നും നമ്മൾ അർഹരല്ല, എല്ലാം മാറ്റാൻ അല്ലാഹുക്ക് കഴിയൂലേ. നിങ്ങൾ ദുആ ചെയ്യണം എന്ന് വിശുദ്ധ ഖുർആൻ. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദാ ഇലാ യൗമിൽ ഖിയാമ من إله غير الله يأتيكم بضياء أفلا تسمعون. قل أرأيتم سورة القصص 71-ാമത്തെ വചനം. മനുഷ്യരെ നിങ്ങൾ ചിന്തിക്കുക, ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദാ, രാത്രിയെ അല്ലാഹു പിൻവലിച്ചതേ ഇല്ല, എന്നും രാത്രിയായ എന്താ ചെയ്യുക? എന്ത് ചെയ്യാൻ കഴിയും? എന്നും രാത്രിയായി 40 ദിവസം രാത്രി നീണ്ടു നിൽക്കുന്ന ഒരു കാര്യം പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അത് ദജ്ജാൽ ഇറങ്ങുന്ന സമയത്തായിരിക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനെയാ, എവിടെ മണ്ണ് ഇരുട്ട് കട്ടി മൂടിയ രാത്രിയാകും. അന്ന് എങ്ങനെ ഞങ്ങൾ നിസ്കരിക്കണമെന്ന് പുണ്യ റസൂലിനോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഫഖ്ദുറു ലഹു ഖദ്റഹു, ആ ദിവസത്തിന് നിങ്ങൾ എണ്ണിക്കണക്കാക്കി, സമയം കണക്കാക്കി, സമയത്തിനനുസരിച്ച് നിസ്കരിച്ചു പോകണം എന്ന്. അവസാനിക്കാത്ത രാത്രി ഉണ്ടാകുന്ന ഒരു സന്ദർഭത്തെ പറ്റി പുണ്യ റസൂൽ സ്വല്ലല്ലാഹു. എന്റെയും രാത്രി വന്നില്ല, രാത്രി തീർന്നില്ല, അവസാനിച്ച് എന്റെയും ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസിൽ ജവാരിൽ ഖുന്നസ് വല്ലൈലി ഇദാ അസ്അസ് വസ്സുബ്ഹി ഇദാ തനഫസ്. അല്ലായത്താ, ശ്വാസം വിട്ടിങ്ങനെ പ്രഭാതം കടന്നു വരുമല്ലോ. പ്രഭാതം കടന്നു വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? പ്രഭാതം വന്നില്ല, എന്ത് ചെയ്യും? ആർക്കാ കൊണ്ടുവരാൻ കഴിയാ? ആർക്കും കഴിയില്ല. അല്ലാഹു അതിന്റെ കൃത്യതയിൽ നമുക്കെല്ലാം നടത്തി തരട്ടെ. ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൻ നഹാറ സർമദാ ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ നഹാറ സർമദൻ ഇലാ യൗമിൽ ഖിയാമ من إله غير الله يأتيكم بليل تسكنون فيه أفلا تبصرون. സൂറത്തുൽ ഖസസിന്റെ 72-ാമത്തെ വചനം. നിങ്ങൾ കാണുന്നില്ലേ, ഇൻ ജഅലല്ലാഹു അലൈക്കുമുൻ നഹാറ സർമദാ, പകലിന് അവസാനം വന്നില്ല. പകലായി തന്നെ നിലനിന്നാലോ, അന്ത്യനാൾ വരെ പകൽ രാത്രിയായില്ല. പിന്നെ ആരാണ് നിങ്ങൾക്ക് ശാന്തമായി നിങ്ങളുടെ ഇണകളിലേക്കും നിങ്ങളുടെ കുടുംബത്തിലേക്കും ശാന്തമായി ചേരാൻ നിങ്ങൾക്കൊരു സമയം വേണ്ടേ? ആ രാത്രിയെ തിരിച്ചു കൊണ്ടുവരാൻ ആർക്ക് കഴിയും എന്ന് അല്ലാഹു ചോദിക്കുന്നു. അല്ലെങ്കിലും അല്ലാഹുവിന്റെ കഴിവും മനുഷ്യന്റെ കഴിവുകേടുമാണ് വിശുദ്ധ ഖുർആനിന്റെ പ്രമേയം. അതുകൊണ്ടല്ലേ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഞാൻ പുണ്യ റസൂൽ പറഞ്ഞു, അലാ അദുല്ലുക്കും അലാ കൻസിൻ മിൻ കുനൂസിൽ ജന്ന, സ്വർഗ്ഗത്തിലെ ഏറ്റവും വലിയ ഒരു നിധി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടോ എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബലാ യാ റസൂലല്ലാഹ്, കേൾക്കണേ, ഇങ്ങോട്ട് നോക്കണേ. സ്വർഗം തന്നെ നിധിയാ, സ്വർഗത്തിലെ ഏറ്റവും വലിയ നിധി ഞാൻ കാണിച്ചു തരാം, ഞാൻ വിതരണം ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് തരട്ടോ എന്ന് പുണ്യ റസൂൽ. അപ്പോൾ പറഞ്ഞു, അതെ പറഞ്ഞു തരും നബി. ഫഖാല, ഹബീബായ നബി പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഏറ്റവും വലിയ സ്വർഗത്തിലെ നിധി ഈ വാക്കാണ്. മനുഷ്യന് ഒരു കഴിവുമില്ല, കഴിവ് മുഴുവനും അള്ളാഹുവിന്റെ കയ്യിലാണ്. അള്ളാഹു നമുക്ക് നൽകട്ടെ, അള്ളാഹു നമുക്ക് ഇറക്കി തരട്ടെ. ഇനി നിങ്ങൾ വളരെ ചിന്തിക്കണം, എല്ലാവരും ചിന്തിക്കണം, ആലോചിക്കണം. അപ്പൊ നമ്മള് ചിന്തിക്കാം, അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ യാതൊരു ലുബ്ധതയും കാണിക്കരുത്. അതദറൂന മനിൽ ആജിസ്, ആരാണ് അശക്തൻ എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് പുണ്യ റസൂൽ.
ഈ ലോകത്തെ ഏറ്റവും അശക്തനായ ആളാരാണെന്ന് പുണ്യ റസൂൽ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു നബി അല്ലാഹു റസൂലു അലൈഹി ഫഖാല, അപ്പോൾ ഹബീബ റസൂൽ പറഞ്ഞു ദുആ ചെയ്യാത്തവനാണ്. അൽ ബഖീലു അനി ദുആ, ദുആനെ തൊട്ട് ബഖീലായ ആളാണ്. ബഖീലു ദുആ, ദുആ ചെയ്യൂല, ദുആർക്കാത്തവനാണ് ആജിസ് എന്ന് പുണ്യ റസൂൽ. ദുആർന്നവൻ എന്ത് കിട്ടും? പേടിക്കാനുണ്ട്, ഉറപ്പ്, സംശയിക്കാനുണ്ട്. കൈയെടുപ്പൊക്കിയാൽ കൊടുക്കാതിരിക്കല്ലേ, കൊടുക്കല്ലേ അല്ലാഹു. അല്ലാതെ രാത്രി കൊടുത്തത് കൊണ്ട് പകലിൽ അവൻ ദരിദ്രനാവില്ല, പകൽ കൊടുത്തത് കൊണ്ട് രാത്രിയും ദരിദ്രനാവില്ല. അല്ലാഹ് ആരാണ്? അല്ലാഹ് അറിയോ? ഞാൻ അള്ളാഹിനെ പറ്റി ഒന്ന് പറയാം. ഈ ലോകത്തെ എല്ലാ ആളുകളും സാലിഹായത് കൊണ്ട് അവന്റെ അധികാരത്തിലൊന്നും കൂടുകയില്ല. എല്ലാവരും സാലിയായാൽ അവന്റെ അധികാരത്തിലൊന്നും കൂടില്ല. ഈ ലോകത്തുള്ള എല്ലാവരും ഫാസിഖായാൽ അവന്റെ അധികാരത്തിലൊന്നോട്ട് കുറയുകയുമില്ല. അവനാണ് അല്ലാഹ്. എല്ലാം ഈ ലോകത്തുള്ള എല്ലാവരും അള്ളാഹുവോട് തേടി, എന്നിട്ടോ എല്ലാവർക്കും അള്ളാഹു കൊടുത്താലും അവന്റെ അധികാര മണ്ഡലത്തിലെ ഖജനാവിൽ ഒരൽപ്പം പോലും കുറയില്ല. അവനാണ് അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു അവനോട് ചോദിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ചോദിച്ചാൽ കൊടുക്കും. ചോദിച്ച് ഒരൊറ്റ വാക്കല്ലേ പറഞ്ഞത്. അന്ന് നബിയുമല്ല സയ്യിദ്നാ മൂസ. പക്ഷെ ഒരു വർത്താനം പറഞ്ഞു, അതൊരു കരളെന്ന് പറഞ്ഞ വാക്കാണ്. ഒറ്റ വാക്ക്, വർത്താനം പറഞ്ഞു, അത് ഒരു വാക്കാണ്. അങ്ങനെ പറയണം, എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറയണം. ഒരിക്കൽ ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ ഖാജയുടെ ദർഗയിലേക്ക് സിയാറത്തിന് വന്നു. അപ്പോൾ ഒരു കണ്ണുപൊട്ടൻ മുഖം കാണിച്ചിട്ട് തൻ്റെ സങ്കടം പറഞ്ഞു. എന്താ നിങ്ങളെ സങ്കടം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഒന്ന് കാഴ്ചയല്ല, ഒന്ന് ജീവിത പ്രാരാബ്ദം. മാത്രമല്ല കുറേ കാലമായി ഞാൻ ഇവിടുന്ന് ദുആ ചെയ്യുന്നു, കാഴ്ച കിട്ടിയിട്ടില്ല, പരിഹാരമൊന്നും ഉണ്ടായില്ല എന്ന്. അപ്പോൾ ഔറംഗസീബിനെ ദേഷ്യം വന്നു. സുൽത്താൻ എന്നോടല്ലല്ലോ, സുൽത്താനുൽ ഹിന്ദിനോട് പറഞ്ഞിട്ട് നിങ്ങളെ കാര്യം നടന്നില്ല എന്നോ? എന്നാ പിന്നെ നിങ്ങളെപ്പോലത്തെ ഒരാൾ ജീവിക്കുന്നത് ബഹുമാനപ്പെട്ട ഖാജക്ക് അപമാനമാണ്. ഖാജ വലിയ കറാമത്തുള്ള ആളാ, നിങ്ങൾക്ക് എന്തോ മോശമുണ്ടോ? അതുകൊണ്ട് നാളെ രാവിലെ ഞാൻ സിയാറത്ത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴത്തേന് നിങ്ങൾക്ക് കാഴ്ചശക്തി കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊന്നുകളയും എന്ന് പറഞ്ഞു. നാളെ മാത്രമേ കാഴ്ചയുള്ളൂ. നാളെ നേരം വെളുക്കുമ്പോൾ ഞാൻ വന്ന് സിയാറത്ത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴത്തേന് നിങ്ങൾക്ക് കാഴ്ച കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊലപ്പെടുത്താൻ ഉത്തരവ് കൊടുക്കും എന്ന് ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി കണ്ണൂട്ടിനോട് പറഞ്ഞു. കണ്ണൂട്ട് ബേജാറായി. പിന്നെ അയാൾക്ക് ജീവിത പ്രാരാബ്ദമൊന്നുമല്ല വിഷയം, പിന്നെ അയാൾക്ക് ജീവിക്കുക എന്നുള്ളതാണ്. എല്ലാവരും എല്ലാവരും പോയതിനു ശേഷം രാത്രി അയാൾ അങ്ങോട്ട് പൊട്ടി. പിന്നെ കരഞ്ഞ് മയങ്ങി ഉറങ്ങിപ്പോയി. പിന്നെ സുബഹയുടെ അടുത്ത് കണ്ണ് തുറന്നു നോക്കുമ്പോ പുതിയ ഒരു അനുഭവം, നാടൊക്കെ കാണാൻ. അയാളോട് ഔലങ്കരയിലേക്ക് ഓടി. ഇതുവരെ ഡൽഹിയിലാണ് അയാളെ കൊണ്ടുവന്നത് ഒരു ഗൈഡ്. ഇപ്പൊ ഇനി ഗൈഡ് വേണ്ട, ഒക്കെ കാണുന്നുണ്ട്, വെള്ളം കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്, പരിസരത്തെ മല കാണുന്നുണ്ട്, ദുർഗയുടെ കുംഭം കാണുന്നു, എല്ലാം. അയാൾക്ക് വലിയ അത്ഭുതം തോന്നി. സുബഹി നിസ്കരിക്കാൻ വന്ന രാജാവിന്റെ മുന്നിലേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു, എനിക്ക് കാഴ്ചശക്തി കിട്ടി. ആദ്യം ആളുകൾ വിചാരിച്ചത് തല പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആക്ട് ചെയ്യാണ്. പിന്നെല്ലാം അയാൾ പറഞ്ഞത് ചോദിച്ചത് മുഴുവനും അയാൾ കൃത്യമായിട്ട് എനിക്ക് കാഴ്ച ഉണ്ട് എന്ന് കാണിച്ചു കൊടുത്തു. അയാൾക്ക് കാഴ്ച ഉണ്ടായി. അപ്പോൾ ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി അയാളെ പുറത്ത് തട്ടിയിട്ട് പറഞ്ഞു, ഒരൊറ്റ രാത്രിയുടെ ആവശ്യം മാത്രമേ ഇവിടെ വരുന്നവർക്കുള്ളൂ. പക്ഷേ ഇന്നലെ രാത്രി നിങ്ങൾ കാണിച്ച ഇഖ്ലാസ് വന്ന രാത്രി തന്നെ ഉണ്ടാവണം. അപ്പോൾ പിന്നെ കാര്യം നടന്നു. നമ്മൾ ഇങ്ങനെ വേണോ വേണ്ടേ എന്ന് വിചാരിച്ചു അള്ളാഹിനോട് ഒരൊറ്റ കാര്യം പറയേണ്ടത് പോലെ പറഞ്ഞാൽ കാര്യം നടക്കും. ഒറ്റ വാക്ക പറഞ്ഞു. فسقى لهما ثم تولى إلى الظل فقال رب إني لما أنزلت إلي من خير فقير. സയ്യിദ്നാ മൂസ സൂറത്തുൽ ഖസസിലെ 24-ാമത്തെ വചനം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ രണ്ട് പെൺകുട്ടികൾക്കും വെള്ളം കൊടുത്തു. ആടിന് അവരുടെ കാലുകൾക്ക് വെള്ളം കൊടുത്തു മഹാനായ സയ്യിദ്നാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. പിന്നെ എന്ത് ചെയ്ത്?
പിന്നെ ആ തണലിലേക്ക് ഒന്നിങ്ങനെ മാറി നിന്നു സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. ഫഖാല, അപ്പോൾ പറഞ്ഞു, റബ്ബിന്നീ ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അല്ലാഹുവേ, നീ വലിയ ഖൈറും എനിക്ക് ഇറക്കിത്തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഖൈറിന് ഞാൻ ഏറ്റവും എനിക്ക് ആവശ്യമുള്ള ഒരു സമയമാണ്. എൻ്റെ നാടും വിട്ടു എല്ലാം പോയി ഞാൻ ഒരു കുഴങ്ങിയ സമയത്താണ്. എനിക്ക് ഖൈർ ഇറക്കിത്തരണമേ റബ്ബേ. നീ ഇറക്കിത്തരാൻ ഉദ്ദേശിക്കുന്ന ഖൈറിലേക്ക് എനിക്ക് ഏറ്റവും ആവശ്യമുള്ള സമയമാണ് റബ്ബേ എന്ന് പറഞ്ഞ് പൊട്ടി സയ്യിദ്നാ മൂസ. എന്താ അടുത്തായത്? ഫജാ ഇഹ്ദാഹുമാ തംശി അലസ്തിയാ ഖാലത് ഇന്ന അബീ യദ്ഉക ലിയജ്സിയക അജ്റ മാ സഖൈത ലനാ. പിന്നെ അടുത്തായിട്ട് ആ ദുആ കഴിഞ്ഞപ്പോഴത്തേനുണ്ട് ഒരു പെൺകുട്ടി ഇങ്ങനെ വരുന്നു, ഈ കൂട്ടത്തിലെ മുതിർന്ന പെൺകുട്ടി. എന്തേന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്ക് വെള്ളം, കാലികൾക്കുള്ള വെള്ള സൗകര്യം ചെയ്തത് ഞങ്ങൾ ഉപ്പാട് പറഞ്ഞു. ഉപ്പ ശൈഖുൻ കബീറാണ്, നബിയുമാണ്. അവർ മറ്റുള്ളവരുടെ മിന്നത്ത് അങ്ങനെ സ്വീകരിക്കാത്ത സ്വഭാവമാണ് ഉപ്പാക്ക്. ഉപ്പ പറഞ്ഞു, വേഗം പോയി അയാളെ കൊണ്ടുവരൂ, അയാൾ നിങ്ങൾക്ക് ചെയ്ത തന്റെ ഉപകാരത്തിന് കൂലി കൊടുക്കണം, അതുകൊണ്ട് നിങ്ങൾക്ക് കൂലി തരാൻ വേണ്ടി ഉപ്പ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ കൂലിക്ക് ചെന്നപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ നിധി കിട്ടി. ഏതാ കിട്ടിയത്? ഒന്ന് ആദം നബിയുടെ വടി. ആ വടിമലാണ് പിന്നെ മുഅ്ജിസത്ത് ഉണ്ടായത്. സയ്യിദ്നാ മൂസ, അത് സയ്യിദ്നാ ശുഐബ് കൊടുത്ത വടിയാ. സഫൂറയുടെ ഭർത്താവാണ് സയ്യിദ്നാ മൂസ. ശുഐബിന്റെ അലൈഹിസ്സലാം മോളാണ് മഹ്ദിയായ സഫൂറ. എന്തൊക്കെ കിട്ടിയത്? അതിസുന്ദരിയായ സഫൂറയെ കിട്ടി. പിന്നെ നല്ലൊരു വീട്ടും നല്ലൊരു സൗകര്യം, ഒരു തൊഴിലും, 10 കൊല്ലം ആടുമേച്ച തൊഴിൽ കിട്ടി, വലിയൊരു വടിയും കിട്ടി. ഈ വടിയോ അത് ചെറിയ വടിയല്ല, ഒറ്റക്ക് യുദ്ധം ചെയ്യും. ഈ വടി സ്വയം യുദ്ധം ചെയ്തിരുന്നു. തുർക്കിയിൽ കോപ്റ്റിക് മ്യൂസിയത്തിൽ ഈ വടി ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്. തുർക്കിയിലുണ്ട്, കോപ്റ്റിക് മ്യൂസിയത്തിലുണ്ട് ഈ വടി. സയ്യിദ്നാ മൂസ എന്തൊക്കെയാ കിട്ടിയത്? ഒരു ദുആ ചെയ്തിട്ടേ ഉള്ളൂ. റബ്ബിന്നീ ലിമാ അൻസൽത മിൻ ഖൈരിൻ ഇന്നീ ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അല്ലാഹുവേ, കുടുങ്ങിയ ഒരു സമയമാണ്, എനിക്ക് എന്തേലും ചെയ്തു തരണം. അവനാരാ? അല്ലാഹ്. ഒന്ന് ഉറക്കെ പറ, അല്ലാഹ്. അവനാരാ? അവനാരാണ്? അല്ലാഹു. അവന് ഒരു കാര്യം കൊണ്ട് പറഞ്ഞ, യാ ഹയ്യു യാ ഖയ്യൂം യാ മൻ കുല്ലമാ നദാഹു മുൽതറുൻ അജാബ ദുആഹു. യാ ഹയ്യു യാ ഖയ്യൂം. അല്ലെങ്കിലും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ബദർ യുദ്ധത്തിൽ 313ന്റെ ഉഷറാണ്? ഈ 313ൽപ്പെട്ട ചില ആളുകൾ ഹുനൈൻ യുദ്ധത്തിൽ ഓടിയിട്ടുണ്ട്. قد نصركم الله في مواطن كثيرة ويوم حنين إذا أعجبتكم كثرتكم فلم تغن عنكم شيئا وضاقت عليكم الأرض بما رحبت ثم وليتم مدبرين. അന്ന് 166 ആളുകൾ മാത്രമാണ് പുണ്യനബിയോട് കൂടെ ഉറച്ചു നിന്നത് ഹുനൈൻ യുദ്ധ ദിവസം. ഈ പിന്നെ ബദരീങ്ങൾക്ക് കിട്ടിയത്, അവർക്ക് ഉശിറൊക്കെ കിട്ടിയേ, പക്ഷെ അതിന് കാരണം മുസ്തഫ റസൂലുള്ളാഹിയുടെ ദുആയാണ്. സ്വല്ലല്ലാഹു വർക്കപ്പറ പുണ്യ റസൂൽ. അവർ മഹാന്മാരാണ്, ഉറപ്പ് മഹാന്മാരാണ്. പക്ഷെ ഈ മഹത്വം എങ്ങനെയാണ് അവരിലേക്ക് പ്രവഹിച്ചത്? ഈ മഹത്വം എങ്ങനെയാ അവർക്ക് ലഭിച്ചത്? സുജൂദിൽ വീണ് പുണ്യ റസൂൽ ആ സുജൂദിൽ വെച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു, യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം. ആയത്തുൽ കുർസിയുടെ ആദ്യ ഭാഗം വലിയ വാക്കാണത്. അത് ആയത്തുൽ കുർസിയുടെ ആദ്യ ഭാഗം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ഇസ്മുൽ അളമാണെന്ന് അനവധി ആളുകൾക്ക് അഭിപ്രായം. കൃത്യമാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ യുദ്ധക്കളത്തിൽ നിന്ന് മെല്ലെ ഒരു സൗകര്യം കിട്ടിയപ്പോൾ മെല്ലെ ഊർന്ന് ചാടിയിട്ട് ചുറ്റിയിട്ട് ഹബീബ റസൂലുള്ളാഹിയുള്ള അരീഷിന്റെ അരികിലേക്ക് വന്നപ്പോൾ വഹുവ സാജിദുൻ വയഖൂലു വയുകർറിർ യാ ഹയ്യു യാ ഖയ്യൂം. ഞാനിങ്ങനെ ചുറ്റി യുദ്ധക്കളത്തിൽ നിന്ന് റസൂലുള്ളാഹിക്ക് എങ്ങനെയുണ്ട് എന്ന് അറിയാൻ ബദർ യുദ്ധം നടക്കുമ്പോൾ ചുറ്റിയിട്ട് നേരെ കയറി റസൂലുള്ളാഹിന്റെ തമ്പിന്റെ അരികിൽ വരുമ്പോൾ റസൂലുള്ളാഹി സുജൂദിൽ കിടക്കുക, യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം. ഞാൻ ആ കൗതുകം കുറെ നോക്കി നിന്നു. പിന്നെ യുദ്ധക്കളത്തിലേക്ക് ചാടി.
യുദ്ധം കഴിഞ്ഞു. യുദ്ധം ചെയ്ത് ഒരവസരം കിട്ടിയപ്പോ വീണ്ടും ഞാൻ തിരിച്ചു വന്നു. അപ്പോഴും റസൂലുള്ള സുജൂദില. യാ ഹയ്യു യാ ഖയ്യൂം. ഒരുപാട് തവണ ഞാൻ നബിയുടെയും യുദ്ധക്കളത്തിന്റെയും ഇടയിൽ ഇങ്ങനെ ഒരു തവണ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുജൂദും കണ്ട് യുദ്ധക്കളത്തിലേക്ക് വരുമ്പോൾ യുദ്ധത്തിന്റെ ശക്തി കഴിഞ്ഞിട്ടുണ്ട്, ഒക്കെ തീർന്നിട്ടുണ്ട്, ശത്രുക്കൾ പിന്തിരിഞ്ഞോടിയിട്ടുണ്ട്, ബാക്കിയുള്ളവർ ഗളച്ഛേദം ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ഞാൻ തിരിച്ച റസൂലുള്ളാഹിയുടെ അരികിലേക്ക് വന്നു. ചെന്നപ്പോൾ സുജൂദ് തീർത്തിട്ടുണ്ട്. റസൂലുള്ള പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുക. പുണ്യ റസൂൽ, ഉറക്കപ്പുറ പുണ്യ റസൂൽ. അന്ന് ആവർത്തിച്ച വാക്കാണ് യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. അതാണ് യാ ഹയ്യു യാ ഖയ്യൂം യാ മൻ കുല്ലമാ നാദാഹു മുൽതറുൻ അജാബ ദുആഹു. പറഞ്ഞതാ അല്ലാഹ്. അതന്നെയല്ലേ പണി, കൊടുക്കണമല്ലേ അല്ലാഹു. ആരാ അതിന്? അല്ലാഹ് അങ്ങോട്ട് ഉറപ്പിക്കണം, മനസ്സിലിങ്ങനെ ഉറപ്പിക്കണം. സനായിൽ ഏറ്റവും വലിയ സനാ അള്ളാഹുവിനെ സനാ ചെയ്യലാണ്. പക്ഷെ നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹുവിനെ അങ്ങോട്ട് ഉറപ്പിക്കണം. മനസ്സിന്റെ ഉള്ളിൽ എനിക്ക് എന്റെ റബ്ബുണ്ട് എന്ന് ചിന്ത വേണം. അങ്ങോട്ട് ഉറപ്പിക്കണം. അള്ളാഹു എന്ന റബ്ബിനെ അങ്ങോട്ട് മനസ്സിലങ്ങോട്ട് ഉറപ്പിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എന്നിട്ട് പറഞ്ഞോളൂ യാ ഹയ്യു യാ ഖയ്യൂം യാ മൻ കുല്ലമാ നാദാഹു മുൽതറുൻ അജാബ ദുആഹു. ഏത് പ്രയാസമുള്ളവൻ പറഞ്ഞാലും ഉടനെ ഉത്തരം കൊടുക്കും അല്ലാഹു. അതാണ് അല്ലാഹുവിന്റെ പരിപാടി, എപ്പോഴും ഉത്തരം കൊടുക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പേടിക്കണ്ട, പേടിക്കേ വേണ്ട. ഒരു പ്രയാസം ഉണ്ടാവില്ല. മുഅ്മിന് എന്ത് പ്രയാസം ഉള്ളത്? മുഅ്മിന് ഒരു പ്രയാസമില്ല. മുഅ്മിൻ അല്ലാഹു ഇല്ലേ? മുഅ്മിന് അല്ലാഹു കാഫിയായ റബ്ബില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മാലി സിവാ ഫഖരി ഇലൈക വസീലത്തുൻ ഫബിൽ ഇഫ്തിഖാരി ഇലൈക ഫഖരി അദ്ഫഉ. അല്ലാഹുവേ, എനിക്ക് എന്റെ കയ്യിൽ ആകെയുള്ള ഒരു മൂലധനം ഞാൻ ഫഖീറാണ് എന്നതാണ്. നീയോ വനിയാണ്, എന്റെ നേതാവ്, നീ മുലാളിയാണ്. ഞാൻ ഫഖീറാണെങ്കിൽ എനിക്ക് പ്രയാസമൊന്നുമില്ല. അതുമല്ല, അല്ലാഹുവോട് റബ്ബിനോട് നമ്മളത് പറഞ്ഞാൽ ഉടനെ ആണ് ഉത്തരം. പേടിക്കണ്ട, അല്ലാഹു തആല ഉത്തരം നൽകി തന്നെ ചെയ്യും. വലിയ ഞാൻ വിഷയത്തെ വളരെ ചുരുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയ പ്രത്യേകത, മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആഇനുള്ള അവസരം നൽകി എന്നുള്ളതാണ്. വല്ലാത്തൊരവസരമാണത്. അത് നല്ല പോലെ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇന്നല്ലാഹ ഹയ്യുൻ കരീമുൻ യസ്തഹി ഇദാ റഫഅ അർ-റജുലു ഇലൈഹി യദൈഹി അൻ യറുദ്ദഹുമാ സുഫ്റാ എന്ന് പുണ്യ റസൂൽ. അല്ലാഹു തആല വലിയ മലയാളിയാ, വലിയ രാജാവല്ലേ അല്ലാഹു. ഇങ്ങോട്ട് നോക്കൂ. പുണ്യ റസൂൽ അൻ സൽമാൻ റളിയല്ലാഹു അൻഹു ഖാല അൻ-നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സയ്യിദന സൽമാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നല്ലാഹ ഹയ്യുൻ, ഹബീബ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ ഹയ്യുൻ കരീമുൻ യസ്തഹി ഇദാ റഫഅ അർ-റജുലു ഇലൈഹി യദൈഹി അൻ യറുദ്ദഹുമാ സിഫ്റൻ ഖായിബൈൻ. ഈ ഹദീസ് അബൂ ദാവൂദും തുർമുദിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ കൈ പൊക്കിയിട്ട് ആ കൈയിനെ ഒറ്റപ്പൂച്ചയാക്കി ഒന്നുമില്ലാതെ മടക്കൽ അള്ളാഹ്ക്ക് ലജ്ജയാണ്. അള്ളാഹ് ചെയ്യൂല. മനസ്സിലായില്ല? ഒന്നും കൂടി പറയാം. ഇന്നല്ലാഹ യസ്തഹി, അല്ലാഹു തആല ഹയ്യാണ്, ജീവിക്കുന്നവനാണ്, കരീമാണ്, വലിയ മാന്യനാണ്. അല്ലാഹു വലിയ ധർമ്മിഷ്ഠനുമാണ്, വലിയ ധർമ്മിഷ്ഠനാണ്, വലിയ ധർമ്മം കൊടുക്കുന്നവനാണ് അല്ലാഹു. പിന്നെയോ അല്ലാഹു വലിയ ലജ്ജയാണ്. ഇദാ റഫഅ അർ-റജുലു ഇലൈഹി യദൈഹി, അല്ലാഹുവിലേക്ക് ഒരാള് തന്റെ രണ്ട് കൈയും ഉയർത്തിയിട്ട് അയറുദ്ദഹുമാ സുഫ്റൻ ഖായിബൈൻ, ഒന്നുമില്ലാതെ അതിനെ മടക്കുക എന്നത് അല്ലാഹുവിന് ലജ്ജയാണ് എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി എന്ന്. മൻ നസലത് ബിഹി ഫാഖ ഫഅൻസലഹാ ബിന്നാസ് ഫലം തസുദ്ദ ഫാഖതുഹു. നോക്കൂ, നമ്മളെ സോക്കട്. ഒരു മനുഷ്യന് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ അത് ജനങ്ങളോട് പറഞ്ഞാൽ ആ പ്രയാസം വർദ്ധിക്കുക മാത്രമേ ഉള്ളൂ. അല്ലാഹു കാക്കട്ടെ.
ശിക്കായത്തെ പുറത്ത് പറയുന്ന പണി അവസാനിപ്പിക്കലാണ് ഏറ്റവും വലിയ ഇബാദത്തിന്റെ മർമ്മം. ഒരാളോടും ഒരു വിഷമം പറയരുത്. വിഷമം മുഴുവനും ഒരാളോട് പറയേ ചെയ്യരുത്. സയ്യിദുനാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സ്വപ്ന വ്യാഖ്യാനത്തിന് വേണ്ടി വന്നു ഒരാൾ. ഇമാം റാസി ഇത് പറയുന്നുണ്ട്, എന്റെ വകയല്ല. അപ്പോൾ സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു പറഞ്ഞു 3 ദിവസത്തിനുള്ളിൽ നിന്നെ പുറത്തു വിടും, പിന്നെ നീ രാജാവിന്റെ വലിയ അടുത്ത ആളാകും എന്ന് പറഞ്ഞു. 3-ാം ദിവസം പറഞ്ഞതുപോലെ സംഭവിച്ചു. ഒരാളെ തൂക്കിക്കൊന്നു, ഒരാളെ ജയിലിൽ നിന്ന് വിടുക. രാജകൊട്ടാരത്തിലേക്കാണ് അയാൾ പോകുന്നത്. രാജസേവകർ വന്ന് അയാൾ ആനയിച്ച് കൊണ്ടുപോവുക. അപ്പോൾ യൂസഫ് നബി ഇയാളോട് പറഞ്ഞ്, ഈ രാജകൊട്ടാരത്തിലെത്തി സൗകര്യം കിട്ടുമ്പോൾ രാജാവിനോടൊന്ന് പറയണേ, ഇങ്ങനൊരു യൂസഫ് ഇവിടെ ജയിലിലുണ്ട് എന്നൊന്ന് പറയണേന്ന് പറഞ്ഞു. അയാൾ പുറത്തിറങ്ങിയപ്പോഴത്തേനും മറന്നുപോയി. എത്രയും മറന്ന ഈ വാക്ക് ഇയാളോട് പറയാൻ ഇബ്രൂ ഭാഷയിൽ യൂസഫ് നബി ഉപയോഗിച്ചത് 12 അക്ഷര. ഇയാൾ 12 കൊല്ലം മറന്നുപോയി. നിങ്ങൾ ഇവിടെ സ്ഥലത്തില്ല. ഇയാളോട് ഈ വിഷയം പറയാൻ സയ്യിദുനാ യൂസുഫ്, എന്റെ വകയല്ല, എന്റെ വകയാകുമ്പോഴേ നിങ്ങൾ കണ്ണുരുട്ടുള്ളൂ, എന്റെ വകയല്ല. സയ്യിദുനാ യൂസുഫ് ഉറക്കം പറ, സയ്യിദുനാ യൂസുഫ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ പറയുന്നുണ്ട്, സയ്യിദുനാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇത് പറയാൻ വേണ്ടി സയ്യിദുനാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഹിബ്രു ഭാഷയിൽ ഉപയോഗിച്ചത് 12 അക്ഷര. ഈ വിഷയം അവിടെ മറന്നുപോയി. ഇയാൾ മറന്നു. ഇയാൾ പിന്നെ രാജസേവകനായി. പിന്നെ ഒരുപാട് കൊല്ലം കഴിഞ്ഞ് 12 കൊല്ലം കഴിഞ്ഞിട്ട് രാജാവ് സ്വപ്നം കണ്ടു. അപ്പോഴും ഇയാൾക്ക് ഓർമ്മ വന്നില്ല. പിന്നെ രാജാവ് വിളംബരം ചെയ്യാൻ വേണ്ടി ആളെ പറഞ്ഞയച്ചു. അപ്പോഴും ഇയാൾക്ക് ഓർമ്മ വന്നില്ല. അങ്ങനെ ഈജിപ്തും പരിസരത്തുള്ള അനവധി ജ്യോത്സ്യന്മാരും സ്വപ്ന വ്യാഖ്യാതാക്കളും വന്നു. എന്നിട്ട് ഇയാൾക്ക് ഓർമ്മ വന്നില്ല. അവര് വന്ന് രാജാവിന്റെ മുന്നിൽ അണിനിരന്നു. സ്വപ്നത്തെ പറ്റി രാജാവ് പറഞ്ഞപ്പോൾ ഇവര് പറഞ്ഞു, അൽഗാസു അഹ്ലാമിൻ, അത് പേക്കിനാവാണ്, അതിന് വലിയ വിലയൊന്നുമില്ല. രാജാവിന് ദേഷ്യം വന്നു. ഈ രംഗത്താണ് ഇയാൾക്ക് ഓർമ്മ വരുന്നത്. യൂസുഫ്, അയ്യോ എന്തിനാണ് ഇവരെ വിളിച്ചു വരുത്തിയത്? ഒരാളുണ്ടല്ലോ സയ്യിദുനാ യൂസുഫ്. ഇയാൾ പിന്നെ ഓട്ടം. എത്ര കൊല്ലം കഴിഞ്ഞ്? 12 കൊല്ലം കഴിഞ്ഞ്. ഞാൻ പറയുകയല്ല, ഞാൻ പറയുകയാണെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. ഇമാം റാസി തഫ്സീറുൽ കബീറിൽ പറയുന്നു, എന്തുകൊണ്ട് അള്ളാഹുവിന്റെ മുഖറബാണ് സയ്യിദുനാ യൂസുഫ്. അള്ളാഹുവിനോടാണ് പറയേണ്ടത്, അല്ലാതെ കള്ളൊഴിച്ചു കൊടുക്കാൻ പോകുന്ന ആളോടല്ല. പറഞ്ഞിട്ടുണ്ടല്ലോ, യാ ഷാഹിദൻ ഗൈറ ഗായിബ് വയാ ഖരീബൻ ഗൈറ ബഈദ് വയാ ഗാലിബൻ ഗൈറ മഗ്ലൂബ്. പൊട്ടക്കത്തിലേക്ക് ഇങ്ങനെ തള്ളുകയാണ് സയ്യിദുനാ യൂസുഫിനെ അലൈഹിസ്സലാം. കുട്ടിയാ, 12 വയസ്സാ. അന്ന് 12 വയസ്സാ. 12 വയസ്സും 18 വയസ്സൊന്നും അഭിപ്രായമുണ്ട്. 12 പ്രധാന അഭിപ്രായം. എന്തുകൊണ്ട്? ചുമന്നുകൊണ്ടാണ് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്. ഈ കാര്യം ലക്ഷ്യം പിടിച്ച് ഇമാം റാസി പറയുന്നുണ്ട്, 12 വയസ്സിനാണ് പ്രാധാന്യം. കാരണം 18 വയസ്സുള്ള ഒരാളെ ചുമക്കാറില്ല. 10 ചേട്ടന്മാര് ചുമന്നാ കൊണ്ടുവരുന്നത്. 12 വയസ്സാ കൊണ്ടുവന്ന് പിന്നെ വാപ്പാടെ അടുത്ത് വന്നപ്പോ ഇവരുടെ മട്ടുമാറി. പിന്നെ പൊട്ടക്കിണറ്റിലേക്ക് ഉരിയാനായി പൊട്ടക്കിണറ്റിലേക്ക് നഗ്നനായി തള്ളുകയാണ്. ഓരോ ചേട്ടന്മാരെ കാല് പിടിച്ച് ചേട്ടന്മാര് സമ്മതിച്ചില്ല. പിന്നെ ഉറപ്പായി പൊട്ടക്കെട്ടിലേക്ക് വീഴുന്ന ഉറപ്പായി. പൊട്ടക്കുണത്തിന്റെ മുഖത്തെത്തിയപ്പോൾ യൂസുഫ് നബിക്ക് ബോധ്യപ്പെട്ടു, അന്ന് കൊച്ചു യൂസുഫാണ് സയ്യിദുനാ കുഞ്ഞു യൂസുഫ് അലൈഹിസ്സലാം. പൊട്ടക്കിണറ്റിന്റെ ആ അഗാധങ്ങളിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോ പെട്ടെന്ന് ആപത്തുകളിൽ ഉപ്പ പഠിപ്പിച്ച ബൈത്തുൻ നുബുവയായ യാക്കൂബ് നബിയുടെ വീട്ടിൽ വെച്ച് ഉപ്പ പഠിപ്പിച്ച ദിക്ർ ഓർമ്മ വന്നു. ആ ദിക്റാണിത്, യാ ഷാഹിദൻ ഗൈറ ഗായിബ് വയാ ഖരീബൻ ഗൈറ ബഈദ് വയാ ഗാലിബൻ ഗൈറ മഗ്ലൂബ് ജഅൽ ലീ മിൻ അംരി ഫറജൻ വമഖ്റജാ. 3 പേരാ വിളിച്ച് യാ ഷാഹിദൻ ഗൈറ ഗായിബ്, എല്ലാം കാണുന്നവനെ, ഒന്നും കാണാതിരിക്കുക എന്ന രംഗം ഇല്ലാത്തവനെ. വയാ ഖരീബൻ, അടുത്തു നിൽക്കുന്നവനെ. ഗൈറ ബഈദ്, അകന്നു പോവുക എന്ന രംഗം ഇല്ലാത്തവനെ. വയാ ഗാലിബൻ, എന്തിലും വിജയിച്ചവനെ. ഗൈറ മഗ്ലൂബ്, പരാജയം എന്നൊന്നും അറിയാത്തവനായ അല്ലാഹുവേ. ജഅൽ ലീ മിൻ അംരി ഫറജൻ വമഖ്റജാ. അത് പൊട്ടക്കിണറ്റിന്റെ അഗാധതകളിലേക്ക് നോക്കിയപ്പോഴാ ചൊല്ലിയത് സയ്യിദുനാ യൂസുഫ്.
സയ്യിദുനാ ജിബ്രീൽ പിന്നെ ഒരിക്കൽ യൂസഫ് നബിയോട് പറഞ്ഞു, നിങ്ങൾ കുട്ടിയാവുമ്പോൾ ആ ദിക്ർ ചെല്ലുമ്പോൾ ഞാൻ അർശിൻ്റെ അടുത്താ. അപ്പോൾ അള്ളാഹു എന്നോട് പറഞ്ഞു, ആ കുട്ടി ഒരു ദിക്ർ ചൊല്ലിയിട്ടുണ്ട്, ആ ദിക്ർ ചൊല്ലിയ ഒരാളെ നോക്കി നിൽക്കാൻ പിന്നെ എനിക്ക് പറ്റൂല, അതിരിക്ക അബ്ദി, എൻ്റെ അബ്ദിനെ പിടിച്ചോളണേ എന്ന് പറഞ്ഞു. ഈ ദിക്ർ നിങ്ങൾ ചെല്ലുമ്പോൾ ഞാൻ അർശിൻ്റെ അടുത്താ, എന്നാൽ കിണറ്റിലേക്ക് ആദ്യം എത്തിയ ആൾ ഞാനാണ്. നിങ്ങൾ വീണിട്ടില്ല, നിങ്ങളെ ഞാൻ പിടിച്ചത് ഞാനാണ്. കിണറ്റിലുള്ള പാറക്കല്ലിന്മേൽ ഇങ്ങനെ പിടിച്ചിട്ട് നിങ്ങളെ ഇരുത്തിയതും ഞാനാണ്. എന്നാൽ ഈ ദിക്ർ ചെല്ലുമ്പോൾ ഞാൻ അർശിന്റെ അടുത്താണ്. എന്നാലോ ആ ദിക്ർ ചൊല്ലി നിങ്ങളെ തള്ളിയപ്പോൾ ആദ്യം കിണറ്റിലെത്തിയ ആൾ ഞാനാണ്. അതാണല്ലോ ആ അത്തരം പട്ടാളുണ്ട് അള്ളാഹ്ക്ക്. പിന്നെന്താ പ്രശ്നമുള്ളത്? ഒരു പ്രശ്നമില്ല, ഒന്നുമില്ല. ഒരു അബ്ദിനെ സംബന്ധിച്ചത് പ്രശ്നേ ഇല്ല. അത് അള്ളാഹുവോട് പറഞ്ഞാൽ തീരാത്ത ഒരു പ്രയാസം അബ്ദിനില്ല. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളെ തീർത്തു തരട്ടെ. ഏറ്റവും വലിയ അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഒരാൾ കൈ നീട്ടിയിട്ട് ആ മനുഷ്യന്റെ കൈയെ വെറുതെ മടക്കുക എന്നത് അള്ളാഹുവിന് ലജ്ജല്ലേ? അള്ളാഹിന്റെ കയ്യിൽ ഇല്ലാത്തതല്ലല്ലോ, കൊടുക്കാതിരിക്കല്ലോ അള്ളാഹ്ക്ക് കഴിയില്ല. അള്ളാഹു വലിയ കൊടുക്കുന്നവനാണ്, വലിയ കൊടുക്കുന്നവനാണ്. അള്ളാഹു വലിയ ധർമ്മിഷ്ഠനാണ്. അള്ളാഹു ധർമ്മത്തിൽ നിന്ന് അള്ളാഹു നമുക്ക് ഇറക്കി തരട്ടെ. ആർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തുകൊണ്ടേയിരിക്കും. ഇമാം തുർമദി ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊരു ദുആ ഒരാൾ ചെയ്യുകയാണെങ്കിലും ആ ദുആക്ക് അല്ലാഹു ഉത്തരം കൊടുക്കാത്തൊരു വിഷയം ഉണ്ടാവുകയില്ലെന്ന് പുണ്യ റസൂൽ ഒന്നിരിക്കൽ ആ കാര്യം ചെയ്യും, അല്ലെങ്കിൽ തത്തുല്യമായ ഒരു പ്രയാസത്തെ അള്ളാഹു നീക്കി കൊടുക്കുമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാലം യദ്ഉ ബിഇസ്മിൻ, കുറ്റം കൊണ്ട് പ്രാർത്ഥിക്കാതിരുന്നാൽ മതിയാകും. ഔ ഖതിഅതി റഹ്മിൻ, അല്ലെങ്കിൽ കുടുംബബന്ധം മുറിക്കുന്ന വിഷയം പ്രാർത്ഥിക്കാൻ കാതിരുന്നാൽ മതിയാകും. അപ്പോൾ അപ്പോൾ സഹാബികൾ ചോദിച്ചു, ഇദൻ നുകസ്സിറു യാ റസൂലല്ലാഹ്, അപ്പോൾ പിന്നെ ഞങ്ങൾ ദുആ പെരുപ്പിക്കാണോ വേണ്ടത്? ഫഖാല അല്ലാഹു അക്ബർ, ദുആ പെരുപ്പിക്കാണോ വേണ്ടതെന്നോ? വേഗം ചെയ്യ്, വേഗം ദുആ ചെയ്യേന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ വളരെ ചിന്തിക്കണം. മാമിൻ മുസ്ലിമിൻ യൻസിബു വജ്ഹഹു ലില്ലാഹി ഫീ മസ്അല ഇല്ലാ അഅതാഹു അല്ലാഹു അഅതാഹാ ഇയ്യാ ഇമ്മാ അൻ യുഅജ്ജിലഹാ വഇമ്മാ അൻ യദ്ഖിറഹാ ലഹു ഫിൽ ആഖിറ. അല്ലാഹുവോട് ഒരു അബ്ദ് ഒരു കാര്യം പറഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുക എന്നത് അല്ലാഹുവിനാവില്ല. അല്ലാഹു ഉടനെ അത് ചെയ്തു കൊടുക്കുമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ഉടനെ ചെയ്തു കൊടുക്കും, അല്ലെങ്കിൽ അതിന് തത്തുല്യമായ, അവൻ ചോദിച്ചതിന് തത്തുല്യമായ ഒരു പരിഹാരം അള്ളാഹു ചെയ്തു കൊടുക്കും എന്ന്. അതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധം ദുആയാണ്. ഏറ്റവും വലിയ ആയുധം ദുആയാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒന്ന്, ഔഖാത്തുൽ ഫാളിലയെ തിരഞ്ഞെടുക്കണം. ദുആക്ക് ചില വഖത്തുകളുണ്ട്, വഖത്തിനെ തിരഞ്ഞെടുക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒന്ന്, പാതിരാത്രി കഴിഞ്ഞ് ദുആ ചെയ്യാം. പാതിരാത്രി കഴിഞ്ഞ് സുബ്ഹിയുടെ മുമ്പ് ദുആ ചെയ്യാം, ഉത്തരവുറപ്പാണ്. അതേപോലെ തന്നെ ഫർദ് നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യാം. പാതിരാത്രിക്ക് ശേഷം അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു നോട്ടം ഒന്നാം ആകാശത്തിന്റെ താഴേക്ക് വരും. അതൊരു വല്ലാത്ത സമയമാണ്. ദുആ ചെയ്താൽ ഉത്തരവുറപ്പാണ്. ഒന്ന് എണീക്കണം, നമുക്ക് വേണം. تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا. يدعون ربهم, അവർ ദുആ ചെയ്യും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതിന്റെ സമയത്തെ നമ്മൾ പ്രധാനമായി കണക്കിലെടുക്കണം. സമയം കണക്കിലെടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദുആന്റെ സമയത്ത്. അതേപോലെ തന്നെ ഔഖാത്തുൽ ഫാളില, പ്രധാനമായ സമയങ്ങളെ തിരഞ്ഞെടുക്കുക. അത് ഒന്ന്, ഒരാഴ്ചയിൽ റമളാൻ ആണെങ്കിലും അല്ലാത്ത കാലമാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച രാവിലും പകലിനും ദുആക്ക് വലിയ ഫضലുണ്ട്. വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്, ആ സമയത്ത് ഒരാൾ കൈപൊക്കിയാൽ ഉത്തരമുറപ്പാണെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ വെള്ളിയാഴ്ചയുടെ പകല് തീരുന്ന സമയം, ഫൽതമിസു ഫീ ആഖിരി സഅത്തി മിനൻ നഹാർ എന്ന പുണ്യ റസൂൽ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദുന ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു പടച്ചിട്ടുള്ളത് വെള്ളിയാഴ്ച അസറിന്റെ ശേഷവും മഗ്രിബിന്റെ തൊട്ടു മുമ്പുമാണ്. അതുകൊണ്ട് ആ സമയം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അറഫയിൽ ചെന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയം അസറിന് ശേഷവും മഗ്രിബിന് തൊട്ടു മുമ്പുമാണ്. വളരെ പ്രധാനപ്പെട്ട നേരമാണ്. ആ നേരത്തൊക്കെ കൈപ്പൊക്കുക. പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ പതിവുണ്ടായിരുന്നു, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഒരു ദിവസത്തിൽ പഴയ കാലത്തെ ആലിമീങ്ങൾ ഉസ്താദുമാർ ഇന്നും ആ തുടർച്ച കൈവശമുള്ള ആളുകൾ എന്ത് ചെയ്യും? പകൽ അവസാനിക്കുന്ന നേരത്തെ നാട്ടിലെ കുട്ടികളെ മുഴുവനും വിളിച്ചു വരുത്തിയിട്ട് പള്ളിയിൽ നിന്ന് കാര്യമായി ഇത് ചെയ്യിപ്പിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നേരമാണ്. ആ നേരത്തെ പരിഗണിക്കണം. വെള്ളിയാഴ്ച ആണെങ്കിൽ പ്രത്യേകിച്ചും. ഇനി അല്ലാത്ത ദിവസവും അസറിന്റെ ശേഷം പ്രധാനപ്പെട്ടതാണ്. ഹാഫിളു അല സ്വലവാത്തി വസ്സലാത്തിൽ വുസ്താ വഖൂമു ലില്ലാഹി ഖാനിതീൻ. അസറിന്റെ ശേഷമുള്ള സമയത്തിന്, അസറിന്റെ ശേഷമുള്ള ആ അസർ നിസ്കാരമാണ് മുനാഫിഖിന് ഏറ്റവും പ്രയാസമുള്ള നിസ്കാരം എന്ന് പുണ്യ റസൂൽ. തിൽക സ്വലാത്തുൽ മുനാഫിഖി യജ്ലിസു യർഖുബു ശംസ ഹത്താ ഇദാ حتى كادت أن تغرب بين قرني الشيطان فيقوم فينقر أربعا نقر الغراب لا طمأن فيها ولا خشع ولا يذكر الله فيها إلا قليلا എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വെറുതെ ഇരുന്നിട്ട് സമയം കളഞ്ഞങ്ങനെ ഇരിക്കും മുനാഫിഖീങ്ങൾ. അത് അവരുടെ രീതിയാണ്. എല്ലാം കഴിഞ്ഞ് പിശാചിന്റെ കൊമ്പുകൾക്കിടയിൽ പകലസ്തമിക്കുന്ന നേരത്തെ മുനാഫിഖുകൾ അസർ നിസ്കരിക്കുകയുള്ളൂ. അത് മുനാഫിഖിന്റെ അസറാണ് എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. അസറിന്റെ ശേഷം മഗ്രിബിന് തൊട്ട് മുമ്പുള്ള സമയം. അതേപോലെ ശ്രദ്ധിക്കുക, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഇന്നത്തെ അസറിന്റെ ശേഷം വളരെ പ്രധാനപ്പെട്ട സമയമാണ്. ഇന്ന് ഒരു പക്ഷേ ഇന്ന് അസറിന്റെ ശേഷം ആഖിറു സഅത്തി അയ്യാമി റമളാനാണ്. ആഖിറു സഅത്തി റമളാൻ ആയേക്കാം. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മനസ്സിലായില്ല. നമ്മൾ നാളെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് സത്യത്തിൽ ഇന്ന് മഗ്രിബിന് വിവരം കിട്ടി റമളാൻ അവസാനിച്ചു. ഇന്ന് അല്ലാഹു നമുക്ക് നാളെയും തരട്ടെ. മനസ്സിലാവണില്ല. ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. ഏറ്റവും ഇന്ന് അസറിന്റെ ശേഷം മഗ്രിബിന് തൊട്ട് മുമ്പുള്ള സമയം വല്ലാത്ത സമയമാണ്. മുത്തസവ്വിഫീങ്ങൾ ആ നേരത്ത് അല്ലാഹു അല്ലാത്ത ഒരാളെ ചിന്തിക്കൂല. ഭയങ്കര സമയമാണ്. വേറൊന്നും ചിന്തിക്കൂല. അല്ലാഹു എന്ന ദിക്റിനെ തൊട്ട് ഇൻകിതാ അവർക്ക് ഉണ്ടാവില്ല. വളരെ പ്രധാനപ്പെട്ട സമയമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആവശ്യം ചോദിച്ചാൽ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. ഒരു മാസം കഴിഞ്ഞ് ആയിഷ ബീവി കുറ്റവിമുക്തയാണ് എന്നുള്ള ആയത്തൊക്കെ ഇറങ്ങി. അപ്പോൾ ആളുകൾ വന്ന് ആയിഷ ബീവിയോട് സന്തോഷം പറഞ്ഞു. ആയിഷ ബീവി പറഞ്ഞു, കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടായി, പക്ഷെ എനിക്കോ ഉറപ്പായിരുന്നു ഒന്നും സംഭവിക്കില്ല. എന്ത്? സഫ്വാന്റെ ഒട്ടകപ്പുറത്ത് കയറിയപ്പോൾ ഞാൻ ചൊല്ലിയിരുന്നു എന്ത്? ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ. ഒരു പെണ്ണ്, ഒരു ബാല്യക്കാരി പെണ്ണ്, അതിസുന്ദരി, ഒട്ടകപ്പുറത്ത് കയറുകയാ. വിജനമായ മരുഭൂമി, എന്തും സംഭവിക്കാം. സഫ്വാൻ ഇബ്നു മുഅത്തലിന്റെ ഒട്ടകപ്പുറത്ത് കയറുക. സഫ്വാൻ മാന്യനാണ്, റളിയല്ലാഹു അൻഹു, മിൻ അഹ്ലി ബദ്റാണ് മഹാനായ സഫ്വാൻ ഇബ്നു മുഅത്തൽ. പക്ഷേ ഒട്ടകത്തിനെ ഇങ്ങനെ താഴ്ത്തി എന്നോട് എനിക്ക് കയറാൻ സൗകര്യപ്പെടുത്തി. ഞാൻ ഒട്ടകപ്പുറത്ത് കയറിയപ്പോൾ ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ. പിന്നെ പുണ്യ റസൂലിനോട് ചേരുന്നത് വരെ ഈ ദിക്റാൻ ഞാൻ ചൊല്ലിയത്. ചൊല്ല് എനിക്കൊന്നും പറ്റില്ല, ഉറപ്പായിരുന്നു. ഞാൻ ആളെ ഏൽപ്പിച്ചിട്ടില്ലേ? ആര്? ഓർക്ക പറ. അല്ലാഹ്. ആരെ ഏൽപ്പിച്ചത്? അല്ലാഹ്. അവന്റെ പട്ടാളല്ലാത്ത സ്ഥലം, അവന്റെ പട്ടാളം. എന്തൊക്കെ സംഭവിച്ചത്? ആയിഷ ബീവിക്ക് ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, ലോകത്തെ ഏറ്റവും പരിശുദ്ധവും പവിത്രയുമായ പെണ്ണാണ് ആയിഷ എന്ന് അന്ത്യനാൾ വരെയുള്ള മുഅ്മിനീങ്ങൾ ഓടണം. അങ്ങനെ താഴത്തിറങ്ങിയിട്ടുണ്ട് സൂറത്തുൻ നൂറിൽ. കാരണം മനസ്സിലായില്ല, ഇതെല്ലാം ആയിഷ ബീവിക്ക് ലഭിച്ചു. കാരണം ആരെ ഏൽപ്പിച്ചിരുന്നു? അല്ലാഹ്. കേറിയപ്പോ പറഞ്ഞു എനിക്കൊന്നും
എനിക്കൊന്നും പറ്റൂല, കുറച്ച് വിഷമമൊക്കെ ഉണ്ടായി, പക്ഷെ എനിക്കറിയായിരുന്നു എനിക്കൊന്നും സംഭവിക്കില്ല. കാരണം ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ. ഒന്നോർക്ക, ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ. കുടുംബം കൂട്ടം അല്ലെങ്കിൽ ജമാഅത്തിലുമാണെങ്കിൽ ഹസ്ബുന, അല്ലെങ്കിൽ ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ. എനിക്കൊന്നും സംഭവിക്കില്ലെന്ന് എനിക്കുറപ്പായിരുന്നു എന്ന് ഉമ്മുന ആയിഷ റളിയല്ലാഹു അൻഹ. അപ്പൊ നമ്മൾ വളരെ ചിന്തിക്കണം, ഒന്നും പറ്റില്ല, ഒരു മുഅ്മിനായ മനുഷ്യൻ ഒന്നും സംഭവിക്കില്ല. ദുആയുടെ കാര്യങ്ങളെ അവൻ തിരഞ്ഞെടുക്കണം. ഒന്ന് ഔഖാത്തുൽ ഫാളില, ഔഖാത്തുൽ ഫാളില. പിന്നെ ഒരു നിർബന്ധ സാഹചര്യമാണെങ്കിൽ പിന്നെ അവിടെ സമയമല്ല, അതെപ്പോഴാണെങ്കിലും വേണ്ടില്ല, എന്താണെങ്കിലും വേണ്ടില്ല, ആ സമയത്തെ സമയം പിന്നെ അവിടെ നോട്ടല്ല. ഒരു ഗൗരവമുള്ള ഘട്ടമാണെങ്കിൽ അല്ലെങ്കിൽ സമയത്തെ തിരഞ്ഞെടുക്കണം. അല്ലെങ്കിലും കാര്യങ്ങൾക്ക് സമയത്തെ തിരഞ്ഞെടുക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തിനും ഞാൻ ഈ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു, പഴയ കാലത്തെ ആളുകൾ മരുന്ന് കുടിക്കണമെന്നുണ്ടെങ്കിൽ അവർ അതിന് ബുധനാഴ്ച തുടങ്ങുമായിരുന്നു. കാരണം മിൻ വസായ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്തഫ റസൂലുള്ളാഹിന്റെ വസിയത്തിൽപ്പെട്ടതാണ്. ഒരാൾ മരുന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അയാൾ ബുധനാഴ്ചയാണ് മരുന്ന് തുടങ്ങേണ്ടത്. ഇങ്ങനെയുള്ള അപ്പൊ ഇവിടെ നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ നിഅമത്താണ് ദുആ ചെയ്യാനുള്ള അവസരം എന്നത്. വളരെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഫ നബി പറഞ്ഞു, ഒരു മനുഷ്യന് ദുആ ചെയ്യാത്ത ആളാണെങ്കിൽ അള്ളാഹുവിന് അയാളോട് ദേഷ്യം വരും. അള്ളാഹുവിന്റെ ദേഷ്യത്തൊട്ടത് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സയ്യിദ്ന ആദം ദുആ ചെയ്തോണ്ട ഭൂമിയിൽ ഇറങ്ങിയത്. നമ്മളെ മൂലധന ബാപ്പ സയ്യിദ്ന ആദം അലൈഹിസ്സലാം. സയ്യിദ്ന ആദം ഇങ്ങനെ ഇറങ്ങുകയാണ്, ഇങ്ങനെ ഇറങ്ങുക. മൂന്നാള് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി സയ്യിദ്ന ആദം ഉമ്മുന ഹവ്വാ ഇറങ്ങുകയാണ്. ഇറങ്ങുന്ന നേരത്ത് ദുആ ചെയ്തു, റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ശ്രദ്ധിക്കണേ, ബാപ്പ ഭൂമിയിൽ കാലുകുത്തിയപ്പോ മനുഷ്യന്റെ മുഅ്മിനിന്റെ മൂലധനം ദുആയാണ്. എന്താ ദുആ ചെയ്തത്? സൂറത്തുൽ ആറാഫിലുണ്ട്, സൂറത്തുൽ ആറാഫിലുണ്ട്. റബ്ബനാ ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ഇതാണ് ഇന്നും പള്ളി മെഹ്റാബിൽ നമ്മളെ ഉസ്താദുമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒക്കെ വില ഉള്ളതാണ്. ഭൂമിയിൽ ഇറങ്ങിയപ്പോൾ ദുആയില്ലാതെ ഭൂമിയിൽ ഇറങ്ങി ഇബ്ലീസ്, അവനിന് സ്വർഗത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. ദുആയോട് കൂടി ഇറങ്ങി സയ്യിദ്ന ആദം. പിന്നെന്താ ഉണ്ടായത്? ഇന്നല്ലാഹു ഇസ്തഫാ ആദം. ദുആയോട് കൂടി ഇറങ്ങി സയ്യിദ്ന ആദം. പിന്നെന്താ ഉണ്ടായത്? ഇന്നല്ലാഹു ഇസ്തഫാ ആദമ വനൂഹ വആല ഇബ്രാഹീമ വആല ഇമ്രാന അലൽ ആലമീൻ. ലോകത്തിന്റെ മുന്നിൽ കടഞ്ഞ് ശുദ്ധീകരിച്ച് അല്ലാഹു തെരഞ്ഞെടുത്തു സയ്യിദ്ന ആദമിനെ. സ്വർഗ്ഗത്തിൽ നിന്ന് താഴേക്കിറക്കിയതാ, പക്ഷേ അള്ളാഹു തെരഞ്ഞെടുത്തു. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്തുകൊണ്ട്? ഭൂമിയിൽ ഇറങ്ങിയപ്പോൾ മൂലധനം ദുആയാണ് മൂലധനം. ഈ ദുആക്ക് ഇന്ന് വരെ ദുആ ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ള ഇബ്ലീസിന്. കാരണം ദുആ ചെയ്യൂല, അവന്റെ മൂലധനം കിബ്റാണ്. അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ഇബ്ലീസിന്റെ മൂലധനം കിബ്റാണ്. കിബ്റുള്ളവർ ദുആ ചെയ്യാൻ കഴിയും. അവന്റെ മൂലധനം കിബ്റാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മുഅ്മിൻ അങ്ങനെയല്ല. മുഅ്മിന്റെ മനസ്സ് നിർമ്മലാണ്. മുഅ്മിൻ ഫഖീറാണ്. എന്റെ കയ്യിൽ ഒന്നുമില്ല, ബോധമുള്ളവനാണ് മുഅ്മിനായ മനുഷ്യൻ. അവൻ ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. ലോകത്തെ ഏറ്റവും ദുആ ചെയ്ത അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഏറ്റവും അടുത്ത മഹാന്മാരെല്ലാം എല്ലാം കഴിഞ്ഞ് കയ്യിലില്ല ഉണ്ടായിട്ടും ഫഖീറിനെ പോലെ ദുആ ചെയ്ത ആളുകളാണ്. നേരം വെളുക്കുന്നവരെ ദുആ ചെയ്തിരുന്ന ആളായിരുന്നു സയ്യിദ്ന സുലൈമാൻ. മുലാളിയാ, വലിയ മുലാളിയാ, പക്ഷേ അള്ളാഹുവിലേക്ക് ഫഖീറാ. വലിയ മുലാളിയല്ലേ, വലിയ മുലാളിയല്ലേ. 1000 ഭാര്യമാർ 800 ഭാര്യമാരാണെന്നും ഒരഭിപ്രായം. എത്ര കൊട്ടാരങ്ങളാ! ബിൽഖീസിനെ കല്യാണം കഴിച്ചപ്പോൾ ബിൽഖീസിന് മാത്രം 6 കൊട്ടാരങ്ങൾ ഉണ്ടാക്കി കൊടുത്തു സയ്യിദ്ന സുലൈമാൻ.
അന്ത്യനാളിൽ ഒരു ധനാഠ്യനെ അള്ളാന്റെ കോടതിയിൽ കൊണ്ടുവരും. ധനാഠ്യനോട് ചോദിക്കും, നീ എനിക്ക് വേണ്ടി ഒരു അമലും ചെയ്തിട്ടില്ലല്ലോ, എന്താ അങ്ങനെയായത്? അപ്പോൾ അയാൾ പറയും, അല്ലാഹുവേ മാൽ, എനിക്ക് മുതല് തന്നത് ഇയല്ലേ പഠിച്ചവന്, ഈ മുതല് കാരണം എനിക്ക് ഇബാദത്ത് എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അള്ളാഹു തിരിച്ചു ചോദിക്കും, സുലൈമാനെക്കാളും വലിയ മുതലാളിയായിരുന്നോ? അല്ലാഹു തആല ചിന്തിക്കും. സയ്യിദ്നാ സുലൈമാനെ പറ്റി അള്ളാഹു ചോദിക്കും, നീ സുലൈമാനെക്കാളും വലിയ ധനാഠ്യനായിരുന്നോ? അപ്പോൾ ലോകം കണ്ട ധനാഠ്യനാണ് സയ്യിദ്നാ സുലൈമാൻ. നേരം വെളുക്കുന്നവരെ ദുആ ചെയ്യും. മരിക്കുന്ന നേരത്ത് ഉമ്മാന്റെ വസിയത്തും അങ്ങനെയാ, കുഞ്ഞു മോനെ നീ അള്ളാന്റെ നബിയാ, നിനക്ക് വഹിയിറങ്ങുന്ന ഉമ്മാന്റെ ഉപദേശം ആവശ്യമല്ല, പക്ഷെ അങ്ങനെ ഉമ്മുക്ക്, ഞാൻ നിന്റെ ഉമ്മയാണ്, എനിക്ക് വസിയത്തിന് അധികാരമുണ്ട്, ഞാൻ ചെയ്യട്ടെ എന്ന് വെച്ചു. ഉമ്മ ചെയ്തോളൂ ഉമ്മാന്നോ. അപ്പോൾ പറഞ്ഞു, മോനെ നേരം വെളുക്കുന്നവരെ ഉറങ്ങരുത്. മൻ കതുറനൗമുഹു യകൂനു ഫഖീറൻ യൗമൽ ഖിയാമ, നേരം വെളുക്കുന്നവരെ കടന്നുറങ്ങിയാൽ അവൻ പരലോകത്ത് അന്ത്യനാളിലെ ഫഖീറാൻ എന്ന് ഉമ്മു സുലൈമാൻ, സുലൈമാൻ നബിയുടെ ഉമ്മ സയ്യിദുനാ സുലൈമാനോട് ഉപദേശിച്ചു അലൈഹിസ്സലാം. അപ്പൊ നേരം വെളുക്കുന്നവരെ ദുആ ചെയ്യുന്ന പരിപാടി എന്നവരുടേത്. നിസ്കരിക്കും, ദുആ ചെയ്യും സയ്യിദുനാ സുലൈമാൻ. ഉറക്കെ പറ, സയ്യിദുനാ സുലൈമാൻ ലോകം കണ്ട ചക്രവർത്തിയായിരുന്നു സയ്യിദുനാ ദാവൂദ്. അപ്പൊ അവരൊക്കെ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിയ ആളുകളാണ്. നമ്മളൊക്കെ ഫഖീറന്മാരാണ്, നമ്മുടെ കയ്യിലൊന്നുമില്ല. സമയത്തെ തിരഞ്ഞെടുക്കുക, രാത്രിയെ സമയത്തെ പ്രധാനമായി തിരഞ്ഞെടുക്കുക. ഇതൊക്കെ മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ച് ചുരുക്കത്തിൽ പറഞ്ഞുകൊണ്ടുവന്ന കാര്യം, ദുആയിനാൽ നിർവഹിക്കപ്പെടാത്ത ഒരു കാര്യവുമില്ല. സമയത്തെ തിരഞ്ഞെടുക്കുക. പിന്നെന്ത് ചെയ്യണം? പിന്നെ ദുആ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ദുആ ചെയ്യുമ്പോൾ അത് വളരെ തളർവയിൽ, വളരെ വിനയത്തിലും അദബിലും ചെയ്യണം. ചില ആളുകൾ ഇങ്ങനെ ഇരുന്ന് ദുആ ചെയ്യുന്നതാണ്. ഒരു ദുആ ചെയ്യുമ്പോൾ ഇങ്ങനെ വെക്കും, ഇത് ഔറത്താണ്, ഇവിടെ കൈവെക്കാൻ പാടില്ല. ഒരു ദുആയിൽ കൂടിയിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, പക്ഷെ ദുആയിൽ കൂടിയാൽ വളരെ ഗൗരവമായി കൂടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദാഇ ഗാഫിലുൻ ലാഹിമായ ദാഇയോട് അള്ളാഹ്ക്ക് ദേഷ്യമാണെന്ന് പുണ്യ റസൂൽ. ഗാഫിലായ ചില ആളുകളൊക്കെ കാണാം, പള്ളിയിൽ കാര്യമായി ഉസ്താദുമാർ ദുആ ചെയ്യുമ്പോൾ പള്ളിയുടെ ചുമരിന് കാലും നീട്ടിയിരുന്നിട്ട് അങ്ങനെ കാലും നീട്ടിയിരുന്ന് ദുആ ചെയ്യുന്ന ആളുകളെ കാണാം. വളരെ പേടിക്കണം. ദുആ ചെയ്യാൻ നിനക്ക് സൗകര്യമില്ലെങ്കിൽ അവിടുന്ന് എണീറ്റ് പോയാൽ മതി. ചെയ്യാണെങ്കിലോ വളരെ ശ്രദ്ധിക്കണം. വളരെ, ഞാൻ പറയട്ടെ, ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കാര്യം നിങ്ങൾ പറയുകയാണെങ്കിൽ, അവിടുത്തെ SIയോട് ഒരു കാര്യം പറയണമെങ്കിൽ നമ്മൾ എടുക്കുന്ന ഗൗരവം എത്രയാ? അല്ല ഏമാൻ, അല്ല സാറ്, എത്ര വാക്കാ പറയുക? ഈ ഇത്ര പോന്ന ഒരു പോലീസുകാരനോട് പറയാൻ്റെ ഒരു മര്യാദ എത്രയാ? അയാൾ ഇരിക്കാൻ പറഞ്ഞാലും നമ്മൾ ഇരിക്കൂല, നമ്മളെ ബേജാറ്. അല്ല ഏമാൻ, അല്ല സാറേ, അയാൾക്ക് വേണ്ടതൊക്കെ കൊടുത്ത്, അയാൾക്ക് പാരിതോഷികം കൊടുത്ത്, അയാളെ പരമാവധി അങ്ങോട്ട് ഉഷാറാക്കി, ഇയാൾ വേണമെങ്കിൽ പിന്നെ ഒന്നും അല്ലാതായി മാറും. ഇനി ഒന്നും ആണെങ്കിൽ തന്നെ എത്ര കാലമാവും? അതിനൊരു പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അയാളും എക്സ്പയർ ആവും. ഇത് ഒന്നുമല്ലാത്ത രാജാതിരാജനോട് പറയുക, അതിങ്ങനെ കൈ ഇങ്ങനെ വെച്ച് ഇങ്ങനെ പറയും. അത് എത്ര വലിയ അപകടം! അല്ലാഹു കാക്കട്ടെ. പങ്കെടുത്തിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യർഫഉ ഹാലത ദുആ ഹീന യദ്ഉ കൈബുക്കും വഖദ് യൽഹറു ഇബ്തുഹു. ചിലപ്പോൾ റസൂലുള്ളാഹിന്റെ കൈ ഞങ്ങൾക്ക് കക്ഷം ഞങ്ങൾ കാണും. മനസ്സിലായില്ല? കൈയാണ് പൊക്കും പുണ്യ റസൂൽ. വഖദ് യൽഹറു ഇബ്തുഹു വഖദ് യൽഹറു ഇബ്തുഹു. ചിലപ്പോൾ ഹബീബായ റസൂലുള്ളാഹി മേൽത്തട്ടം പുതച്ച് ദുആ ചെയ്യുന്ന രംഗങ്ങളുണ്ട്. വഖദ് യൽഹറു ഇബ്തുഹു. ചിലപ്പോൾ റസൂലുള്ളാഹി കൈ പൊക്കിയാൽ യൽഹറു ഇബ്തുഹു, ഈ കക്ഷം ഞങ്ങൾ കാണാറുണ്ടായിരുന്നു. മനോഹരമായ ഹബീബായ റസൂലുള്ളാഹിയുടെ മനോഹരമായ കക്ഷം ഞങ്ങൾ കാണാറുണ്ടായിരുന്നു. കൈയട് പൊക്കും പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ വേണമെന്ന് അത് ദുആ ചെയ്യുന്ന മനുഷ്യനുണ്ട്, അങ്ങനെ ചെയ്യണം. ഇതെല്ലാം വളരെ ശ്രദ്ധിക്കണം. ആ ദുആ ചെയ്യുന്ന രീതി അതെല്ലാം ശ്രദ്ധിക്കണം. സമയത്തെ തിരഞ്ഞെടുക്കണം. പിന്നെയോ വേറെയും കാര്യങ്ങളുണ്ട്. ദുആ ചെയ്യണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, യുജാഹിദു ഫീ സബീലില്ലാഹ്. ഒരു മനുഷ്യൻ മുടി ജടകുത്തിയവനാണ്, അതേപോലെ തന്നെ വസ്ത്രം പൊടി പുരണ്ടവനാണ്. പക്ഷേ അള്ളാഹിന്റെ മാർഗത്തിൽ, കാരണം അള്ളാഹിന്റെ മാർഗത്തിൽ ഈ മനുഷ്യൻ യുദ്ധം ചെയ്യുന്നത് കാരണം വസ്ത്രമൊന്ന് മാറ്റാൻ പോലും ഇയാൾക്ക് നേരം കിട്ടിയില്ല. അങ്ങനെ യുദ്ധം ചെയ്യുകയാണ് ഇയാൾ.
ഫയഖൂലു യാ റബ്ബി യാ റബ്ബി, ഇടയ്ക്ക് ഇങ്ങനെ യാ റബ്ബി യാ റബ്ബി എന്ന് പറയും. അങ്ങനെ ഇടയ്ക്ക് യാ റബ്ബി എന്ന് പറയും, ദുആ ചെയ്യും. പക്ഷേ ഫമത്അമുഹു ഹറാം, ഫമശ്റബുഹു ഹറാം, ഫമൽബസുഹു ഹറാം, ഫഅന്നാ യുസ്തജാബു ലഹു. പക്ഷേ അയാൾ കഴിച്ചു വന്നത് ഹറാമാണ്, അയാൾ കുടിച്ചതും ഹറാമാണ്, അയാൾ ധരിച്ചതും ഹറാമാണെങ്കിൽ യുദ്ധക്കളത്തിൽ വെച്ച് ദുആ ചെയ്തതും കാര്യമല്ല, ഉത്തരം കിട്ടുകയില്ലെന്ന് പുണ്യ റസൂൽ. അതും ശ്രദ്ധിക്കണം. നമ്മുടെ ഭക്ഷണം, നമ്മുടെ വസ്ത്രം, നമ്മുടെ കാര്യങ്ങളെ ഹലാലാക്കണം. ഹലാലല്ലാത്ത ഒരു കൈ പൊക്കിയിട്ട് അള്ളാന്റെ ഹബീബ് പറഞ്ഞല്ലോ, എന്ന് പുണ്യ റസൂൽ. ഹറാം കഴിച്ച് വളർന്ന ഒരു തടിയും സ്വർഗവാതിലിൽ പ്രവേശിക്കുകയില്ലെന്ന് പുണ്യ റസൂൽ. ഹറാം കഴിച്ചു വന്ന തടിയോട് ഏറ്റവും ബന്ധപ്പെട്ടത് നരകമാണ് എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചുരുക്കത്തിൽ ദുആഇന് നമ്മൾ സമയത്തെയും സന്ദർഭത്തെയും തിരഞ്ഞെടുക്കണം, ആദാബിനെ തിരഞ്ഞെടുക്കണം. ഹലാലായ ഒരു ജീവിത രീതി നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ അള്ളാഹു, ഇതൊന്നും ബാധകമല്ല, ഒരു മുൽത്തറായ ഒരു പ്രയാസമുള്ള ഒരു സന്ദർഭത്തിൽ ഒരാൾ ദുആ ചെയ്താൽ അവിടെ പിന്നെ ഇസ്ലാമിയത്ത് പോലും ഷർത്തില്ല, ഇസ്ലാമിയത്ത് പോലും ഷർത്തില്ല. അവിടെയും ശ്രദ്ധിക്കണം. ഒരു അമുസ്ലിമായ മനുഷ്യനെ നമ്മൾ ദ്രോഹിക്കുകയാണ് എങ്കിൽ ആ അമുസ്ലിമായ മനുഷ്യൻ അള്ളാഹുവോട്, അയാൾ അമുസ്ലിമാൻ, അയാൾ മുശ്രിക്കാൻ, അയാൾ തൗഹീദിൽ വിശ്വസിക്കുന്ന ആളല്ല എങ്കിൽ പോലും അയാളെ ഉപദ്രവിച്ചാൽ, അയാളെങ്ങാനും കൈപൊക്കിയാലോ നമ്മളെ കാര്യം പോക്കാം. കാരണം മുൽത്തർ, ഒരു പ്രയാസം അനുഭവിക്കുന്ന എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാക്കട്ടെ. അതുകൊണ്ട് അങ്ങനെയുള്ള സന്ദർഭത്തിലുള്ള ഏതൊരാളുടെ ദുആഇനെയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെയോ റഹ്മത്തിനെ നമ്മൾ മുന്തിക്കണം, ഒരു റഹ്മത്ത് ചെയ്യണം, ഒരു സദഖ. ഒരു ദുആ ചെയ്യുന്ന നേരം, ഒരു ദുആ ചെയ്യുന്ന ആൾ മുത്തസദ്ദിഖായി, കാരണം അള്ളാന്റെ റഹ്മത്താണ് ഒരാൾ തേടുന്നതെങ്കിൽ അവനും റഹീമാകണം. റഹ്മത്തുണ്ടെങ്കിലേ ഇങ്ങോട്ട് റഹ്മത്ത് കിട്ടുകയുള്ളൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അള്ളാഹു നമ്മെ തൗഫീഖ് നൽകട്ടെ. വളരെ ചിന്തിക്കണം. അള്ളാഹു അങ്ങോട്ട് റഹ്മത്ത് കൊടുത്താലേ ഇങ്ങോട്ട് റഹ്മത്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു ഖൈറായ സ്വതക്ക മുണ്ടിക്കുക, പാവപ്പെട്ടവരെ സഹായിക്കുക, ഇത്തരം കാര്യങ്ങളെല്ലാം അതിൻ്റെ ആദാബിൽപ്പെട്ട കാര്യങ്ങളാണ്. ആ ആദാബിനെ സൂക്ഷിക്കണം. വളരെ നല്ല ഏകാഗ്രതയുണ്ടാകണം. അതേപോലെ തന്നെ സമയങ്ങളെ തിരഞ്ഞെടുക്കുന്നിടത്ത് ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യം, ഹാലത്ത് സുജൂദ്, സുജൂദിന്റെ സമയത്ത് ദുആ ചെയ്യാൻ ശ്രമിക്കുക. പക്ഷെ നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അറബി അല്ലാത്ത ഭാഷയിൽ നിസ്കാരത്തിൽ ദുആ ചെയ്യരുത്. ഇനി അറബി അറിയില്ലെങ്കിലോ അപ്പോൾ പിന്നെ അബ്ദ് മഅബൂദിനോട് നിശബ്ദമായി പറഞ്ഞാൽ മതി. ഒരാള് കണ്ണൂർ സെൻട്രൽ തൂക്കുമരത്തിൽ ഏൽക്കാൻ വിധിക്കപ്പെട്ട ഒരാളോട് അയാളുടെ കുടുംബം പോയി വിഷമം പറഞ്ഞു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ഒരാളുണ്ട്. അത് പഴയ കാലത്ത് 1960കളുടെ കഥയാണ്. അന്ന് അയാളുടെ കുടുംബം പൊട്ടിക്കരഞ്ഞിട്ട് പാണക്കാട് PMSA പൂക്കോയ തങ്ങൾ പാപ്പയോട് പോയി പറഞ്ഞു. അപ്പോൾ പൂക്കോയ തങ്ങൾ പാപ്പ അവരെ കയ്യിൽ എഴുത്ത് കൊടുത്തു. എന്താ എഴുത്തിനുള്ളത്? അവനോട് പറഞ്ഞേക്ക് രാത്രിയായ എല്ലാവരും ഉറങ്ങിയതിന് ശേഷം 2 റക്അത്ത് നിസ്കരിക്കുക, നിസ്കാരത്തിൽ സുജൂദിൽ കിടക്കുക. അള്ളാഹുവേ എന്നെ മോചിപ്പിക്കണേ, എനിക്ക് ജീവിക്കണേ, എന്നെ ഒഴിവാക്കരുത്, നിന്റെ റഹ്മത്ത് തരണേന്ന്. നാടന മൊയ്തീൻ ആ പേര്. ഈ മൊയ്തീൻ ഇപ്പോഴും മരിച്ചിട്ടില്ല, അതാണ് രസം. ഈ മൊയ്തീൻ ആജിയെ ഞാൻ മിനിഞ്ഞാന്ന് കണ്ടിട്ടുണ്ട്. ഈ മൊയ്തീൻ ആജിയെ ഞാൻ മിനിഞ്ഞാന്ന് കണ്ടിട്ടുണ്ട്. ഞാനും മൊയ്തീൻ ആജിയും ഒരു കമ്മിറ്റിയിൽ വൈസ് പ്രസിഡന്റാണ്. ഒരു മൊയ്തീൻ ആജിയുണ്ട്. ഇയാൾ അത്ഭുതമാണ്. ഇയാൾ തൂക്കുമരത്തിന് ഇറങ്ങിയപ്പോൾ പൂക്കോയ പാപ്പ പറഞ്ഞ് ഒന്നും സംഭവിക്കൂല, ഇവനോട് നട്ടപ്പാതിരക്ക് താജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി പറയാം. താജ്ജുദ് നിസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യാം? സുജൂദിന്റെ സമയത്ത് സുജൂദിന്റെ ദിക്ർ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ ബിഹംദിഹി ദിക്ർ ചൊല്ലിയതിന് ശേഷം ചുണ്ടങ്ങോട്ട് പൂട്ടിയെടുപ്പിടിക്കുക. എന്നിട്ട് പറയാ, മനസ്സുകൊണ്ട് പറയാം. അറബി അല്ലാത്ത ഭാഷയിൽ മനസ്സിലാവണ്ടേ പറഞ്ഞു. അറബി അല്ലാത്ത ഭാഷ നിസ്കാരത്തിൽ പാടില്ല, കാരണം ഇബാദത്തിന്റെ ഭാഷ അറബിയാണ്. അറബിക്ക് അറബിയുടെ പ്രാധാന്യം ഉണ്ട്.
ഇബാദത്തിന്റെ ഭാഷ അറബിയാണ്, അതുകൊണ്ട് അറബി തന്നെ പറയണം. ഇനി അല്ല ഭാഷ, പിന്നെ ഭാഷയുടെ ആവശ്യം ആബിദിനുണ്ടാവില്ല. ആബിദ് മഅബൂദിനോട് പറയാൻ ഒരു ഭാഷയും വേണ്ട, ചുണ്ടും കൊണ്ട് പൊട്ടിപ്പിടിച്ചിട്ട് ഇത് പറഞ്ഞാൽ മതി. ഇത് ക്യാൻസർ രോഗിക്ക് പറ്റും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അറിയാം അത് പറഞ്ഞു. മൊയ്തീൻ കന വിട്ടു, പിന്നെ മൊയ്തീൻ ആജിയായി, ഇപ്പൊ വലിയ മുതലാളിയായി, വലിയ സ്ഥാപനങ്ങളുടെയൊക്കെ പ്രസിഡന്റും സെക്രട്ടറിയും. ഒരു മഹലിന്റെ പ്രസിഡന്റ് മൊയ്തീൻ ആജി, ഒരു മഹലിന്റെ പ്രസിഡന്റ്. തൂക്കുമരത്തിൽ ഇറങ്ങി വന്നതാ. തൂക്കി കൊല്ലാൻ പറ്റിച്ച ജഡ്ജി മരിച്ചു. ആരാച്ചാരും മരിച്ചില്ല. ആര് മരിച്ചിട്ടില്ല? മൊയ്തീൻ മരിച്ചിട്ടില്ല. മൊയ്തീൻ ആജി ഇപ്പോഴും മരിച്ചിട്ടില്ല. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഇതെല്ലാം നേരാ. രണ്ട് മഹത്താണ് അവിടെ. ഒന്ന് പൂക്കോയ പാപ്പാടെ കൽപ്പനയാണ്. രണ്ടാമത്തെ സുജൂദിലുള്ള ഹാലത്ത് സുജൂദ് വളരെ പ്രധാനപ്പെട്ടതാണ്. ദുആക്ക് ഇജാബത്തുണ്ട്. അതേപോലെ തന്നെ നുസൂലുൽ ഗൈസ്, മഴ പെയ്യുന്ന നേരത്ത് ദുആ ചെയ്യണമെന്ന് പുണ്യ നബി. മഴ പെയ്യുന്ന നേരത്ത് ആകാശത്തിന്റെ വാതിൽ തുറന്നു കിട്ടും. ആ നേരത്തെ ദുആ ചെയ്യണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വളരെ പ്രധാനപ്പെട്ട നേരമാണ്. അതേപോലെ തന്നെ ശ്രദ്ധിക്കണേ, ബാങ്ക് കൊടുത്ത് സുന്നത്ത് നിസ്കരിച്ച് പിന്നെ അങ്ങനെ സ്വറയം പറഞ്ഞിരിക്കുക. ബൈനൽ അദാനി വൽ ഇഖാമ, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ ദുആ ചെയ്ത ഉത്തരവ് മനസ്സിലാവണില്ല. പള്ളിയിൽ പോയിട്ട് എന്ത് ചെയ്യും? അങ്ങനെ ഇരുന്ന് സ്വറ പറയും. പ്രത്യേകിച്ച് പള്ളിയിൽ ഇരുന്ന് സ്വറ പറഞ്ഞാൽ എല്ലാം അല്ലാഹു ഫലാ തുജാലിസുഹും. ആ പള്ളിയിൽ വർത്താനം പറയുന്ന ആളുകൾ അന്ത്യനാളിൽ വരുന്നുണ്ട്. ഫലാ തുജാലിസുഹും, അവരുടെ കൂടെ ഇരിക്കരുത്. ഫലൈസ ലില്ലാഹി ഇലൈഹിം ഹാജ, അല്ലാഹുക്ക് അവരെ ഒരാവശ്യവുമില്ലെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പള്ളിയിൽ വർത്താനം പറയരുത്. പള്ളിയിൽ ഇങ്ങനെ ആ നേരം എന്തും. നമ്മൾ ബാങ്ക് കൊടുത്തു, ഇഖാമത്തിന് ഇനി എത്ര മിനിറ്റ് ഉണ്ടാവും? സാധാരണ പള്ളിയിൽ പറ 15-20 അല്ലേ? പറ 15-20. നമ്മൾ വേഗം സുന്നത്ത് നിസ്കരിച്ചു. ബാക്കിയുള്ള ഒരു സമയം ഉണ്ടല്ലോ, ആ സമയത്ത് എന്ത് ചെയ്യാം? ദുആ ചെയ്യാം. ആ സമയത്ത് ബൈനൽ അദാനി വൽ ഇഖാമ, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ ദുആ ചെയ്താൽ ഉത്തരമുറപ്പാണ് എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഇൽതിഖാഉൽ ജയ്ഷ്, ഒരു പ്രതിസന്ധിയുടെ പടയുമായി നമ്മൾ അഭിമുഖീകരിക്കുന്ന സന്ദർഭത്തിൽ, വഖ്തു സഹറിൽ, നേരെ അത്താഴ സന്ദർഭത്തിൽ, ആഖിറു അസ്രി യൗമിൽ ജുമുഅ, ആഖിറു അസ്രി യൗമിൽ ജുമുഅ, ജുമുഅ ദിവസത്തിന്റെ അസ്റിന്റെ ആഖിറു അസ്രി യൗമിൽ ജുമുഅ, ജുമുഅ അസ്റിന്റെ അവസാന ഭാഗം. എല്ലാ അസ്റിനേഷം പറ്റും. അസ്റിനേഷത്തിന് ഭയങ്കര പ്രാധാന്യമാണ്. അത് ആദം നബിയെ, സയ്യിദ്ന ആദമിനെ പടച്ച സമയമാണ്. സയ്യിദ്ന ആദം അലൈഹിസ്സലാം, ലോകത്ത് മനുഷ്യകുലം വരാനുള്ള കാരണം സയ്യിദ്ന ആദം അലൈഹിസ്സലാം എന്ന്. അതൊക്കെ ശരി ശ്രദ്ധിക്കുക. റമളാനിന്റെ അയ്യാമുൽ ലയാലി ഇതെല്ലാം പരിഗണിക്കുക. സമയങ്ങളും സന്ദർഭങ്ങളും കിട്ടുമ്പോൾ ആ സമയങ്ങളെയും സന്ദർഭങ്ങളെയും എല്ലാം പരിഗണിക്കണം. ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. പിന്നെയോ റഹ്മത്തിന്റെ വാതിൽ തുറന്നു കിട്ടണമെങ്കിൽ ഒന്നുകൂടി ഞാൻ പറയാ, റഹ്മത്തിന്റെ ആൾക്ക് വേണ്ടി വല്ലതും ചെയ്യണം. ആരാ റഹ്മത്തിന്റെ ആൾ? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. റഹ്മത്തിന്റെ ആൾ പുണ്യ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അൽ ഇഖ്ലാസു ലില്ലാഹ്, അതിന്റെ അർത്ഥം സ്വലാത്ത് പെരുപ്പിച്ച് ചൊല്ലുക. സ്വലാത്ത് പെരുപ്പിക്കുന്നവർക്ക് ദുആക്ക് ഇജാബത്ത് ഉണ്ടാവും. സ്വലാത്ത് വലിയ കാര്യമാണ്. ഒന്ന് ചെവി ഇങ്ങോട്ട് തരൂ. പരലോകത്ത് തഖസീം ചെയ്യാത്ത ഒറ്റ അമല് അസ്സലാത്തു അലാ റസൂലില്ലാഹ്. ചെവി ഇങ്ങോട്ട് തരൂ, ചെവി ഇങ്ങോട്ട് ശരിക്ക് തരൂ. ഒരു അബ്ദ് അള്ളാന്റെ കോടതിയിലെത്തിയാൽ പല ആള് വന്ന് ചോദിക്കും, അള്ളാഹ് അശതമനി ഹാദാ, ഇവനെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അമലിൽ നിന്ന് ആൾക്ക് കൊടുക്കും. മറ്റാൾ പറയും ലറബനി ഹാദാ, അല്ലാഹുവേ ഇവനെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവന്റെ അമലിൽ നിന്ന് വീണ്ടും കൊടുക്കും. എല്ലാം കൊടുത്തൊരാൾക്ക് കഴിയാം. പിന്നെ ഒരാൾ വന്നു, അപ്പോൾ അയാളുടെ അമലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, എന്നാൽ അയാളുടെ കയ്യിൽ ബാക്കിയുണ്ട്. എന്ത്? സ്വലാത്തു അലാ റസൂലില്ലാഹ്. അപ്പോൾ വേറൊരാൾ വന്നാൽ അല്ലാഹു തആല സ്വന്തം ഫളലിൽ നിന്ന് കൊടുക്കും. സ്വലാത്തിനെ തഖ്സീം ചെയ്യൂല. ഇതൊക്കെ ഇപ്പോൾ പകലാണെന്നത് പോലെ കണ്ട് പഠിച്ച് ബോധ്യപ്പെട്ട് പറയാം, വെറുതെ പറയല്ല. പരലോകത്തെ തഖ്സീം ചെയ്യാത്ത ഒറ്റ അമലുണ്ടെങ്കിൽ അസ്സലാത്തു അലാ ഇക്റാമൻ വ ഇജ്ലാലൻ ബിറസൂലില്ലാഹി. അല്ലാഹു തആല ആദരിക്കാണ്. ആരെ?
അള്ളാഹ്ക്ക് വേണ്ടി ചെയ്ത ഈ സകല അമലുകളും ഓരി വെച്ച് കൊടുക്കാം. എന്ത് കൊടുക്കൂല? പറ, എന്ത് കൊടുക്കില്ല? അസ്സലാത്തു അലാ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അതല്ലേ ഒരു അമലിന്റെ ഖത്മാണ്, ഒരു അമലിന്റെ സീല് സ്വലാത്താക്കിയത്. അതുകൊണ്ടാണ് നിസ്കാരാവണമെങ്കിൽ സ്വലാത്ത് വേണം, ഖുത്ബയാവണമെങ്കിൽ സ്വലാത്ത് വേണം, ദുആയാണെങ്കിൽ സ്വലാത്ത് വേണം. ഏത് ദുആയുടെയും ഖത്മ, ഏത് അമലിന്റെയും സീല അസ്സലാത്തു അലാ റസൂലില്ലാഹ്. ഏത് അമലിന്റെയും സീലാണ് അസ്സലാത്തു അലാ റസൂലില്ലാഹ്. അത് കയ്യിലുള്ള പരാജയപ്പെടൂല. റിയായിൽ പോലും കബൂലാവുന്ന ഒറ്റ അമലേ ഉള്ളൂ, അസ്സലാത്തു അലാ റസൂലില്ലാഹ്. ഉറക്കപ്പറ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പേടിക്കണ്ടട്ടാ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ 120 തവണ 29 തവണ യാ ലത്തീഫ്. ഇന്നലെ 129 തവണ യാ ലത്തീഫ് ബഹുമാനപ്പെട്ട ചേലക്കാട് ഉസ്താദ് ചൊല്ലിപ്പിക്കുന്ന സദസ്സിന് ഞാനുണ്ട്. 129 തവണ യാ ലത്തീഫ്, 100 തവണ മുസ്തഫ നബിയുടെ മേൽ സ്വലാത്ത്. ഒരു കാര്യം പറഞ്ഞാൽ കൃത്യമാണ്, കിട്ടിയിരിക്കും. ഓർപ്പ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലെങ്കിൽ 450 തവണ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, 100 വട്ടം സ്വലാത്ത്. ഉറപ്പ്, കിട്ടിയിരിക്കും. അല്ലെങ്കിൽ 1000 തവണ യാ ഫത്താഹ്, 100 തവണ അസ്സലാത്തു അലാ റസൂലില്ലാഹ്, കിട്ടിയിരിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. പ്രശ്നം വേണ്ട, എന്തും കിട്ടിയിരിക്കും. റഹ്മത്തിന്റെ വാതിലിൽ തട്ടിയിട്ട് പിന്നെ മടക്കണ പ്രശ്നമില്ല. റഹ്മത്തിന്റെ വാതിൽ പുണ്യ റസൂലാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? മലറത്തിൽ അള്ളാഹു ഉത്തരം ചെയ്യണമെങ്കിൽ മസറത്തിൽ അമലിനെ തുടർത്തണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. മനുഷ്യനെ മനസ്സിലായില്ല. ഒരു മനുഷ്യന് ഐശ്വര്യത്തിൽ ദുആ ചെയ്യുന്നവന്റെ ദുആ മാത്രമേ അയാളുടെ പ്രയാസത്തിൽ അള്ളാഹു തആല പരിഗണിക്കുള്ളൂ എന്ന് പുണ്യ റസൂൽ. ഐശ്വര്യത്തിൽ ദുആ ചെയ്യുന്നവരുടെ ദുആയാണ് അള്ളാഹു തആല പ്രയാസത്തിൽ പരിഗണിക്കുക. നമ്മൾക്കുണ്ട് നിഅമത്ത് ഉണ്ടാവുമ്പോൾ മിണ്ടൂല. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ ഇദാ മസ്സഹു ശർറു ജസൂഅ വഇദാ മസ്സഹുൽ ഖൈറു മനൂഅ ഇല്ലൽ മുസല്ലീൻ. മനുഷ്യന്മാരുടെ അവസ്ഥ എങ്ങനെയാ? കിട്ടിയ ആർക്കും കൊടുക്കൂല. നഷ്ടപ്പെട്ടാലോ ഏങ്ങി വേദനിക്കും, ഏങ്ങിക്കരഞ്ഞ് വേദനിക്കും. ഇല്ലൽ മുസല്ലീൻ അല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദാഇമൂൻ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. ഈമാന്റെ പ്രധാന ഘടകങ്ങൾ 3 അസ്സബ്റു ഇൻദൽ ബലാഅ് വശുക്റു ഇൻദർ റഖാ വൽറിളാ ബിമവാഖിഇൽ ഖലാ. നോക്കൂ, ഈമാന്റെ ഘടകങ്ങൾ പ്രധാനമായി 3. 1 അസ്സബ്റു ഇൻദൽ ബലാ, ഏത് ആപത്തിനും ക്ഷമിക്കുക. 2 വശുക്റു ഇൻദർ റഖാ, ഏത് ഐശ്വര്യത്തിലും അല്ലാഹുവിന്റെ നന്ദി മറക്കാതിരിക്കുക. ഇതൊന്നും എന്റേതല്ലല്ലോ, എന്റെ റബ്ബിൻ്റെതല്ലേ. ഭയങ്കര ഇഷ്ടം അല്ലാഹുക്ക്. ഒരു പാവപ്പെട്ടവൻ റബ്ബേ എന്ന് പറയുന്നതിനേക്കാൾ ഒരു നിഅമത്തുള്ളവൻ റബ്ബേ എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തുകൊണ്ട്? പാവപ്പെട്ടവൻ സ്വാഭാവികമായും പറയുമല്ലോ. നേരെ മറിച്ച് നിഅമത്തുള്ളവനോ, അതാണ് സുലൈമാൻ നബിയുടെ ദുആന്റെ പ്രാധാന്യം. അതാണ് മുസ്തഫ റസൂലുള്ളാഹിന്റെ ദുആന്റെ പ്രാധാന്യം. ലോകത്ത് അള്ളാഹു നിഅമത്ത് നിറച്ചു കൊടുത്ത ആളാണ്. ദുന്യവിയായ നിഅമത്ത് താൻ തിർക്ക് ചെയ്തതാണ്. വശദ്ദ മിൻ സഗബിൻ അഹ്ശാഅഹു വതവാ തഹ്തൽ ഹിജാറതി കശ്ഹൻ മുതറഫൽ അദമി എന്ന വാക്കിന് നേരെ താഴെ വറാവദതുൽ ജിബാലു ശുമ്മു മിൻ ദഹബിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിഅമത്ത് നിറച്ചു കിട്ടിയിട്ടും ഒഴിവാക്കിയ ആളാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ വലിയ താഴെയാ, കരയന്നെ നേരെ വെളുക്കുന്നവരെ കരഞ്ഞിട്ട് മുറി ഞങ്ങൾ കിടന്നിരുന്ന മുറി നിറച്ചുപോയേനു. ഉമ്മുന ആയിഷ കരയന്നെ പുണ്യ റസൂൽ. വലിയ കരച്ചിലിന്റെ ആളാണ് പുണ്യ റസൂൽ. വലിയ കരച്ചിലിന്റെ ആളാണ് സയ്യിദ്നാ സിദ്ദീഖ്. ദുആ ചെയ്യുമ്പോഴത്തിന് കരഞ്ഞോം സയ്യിദ്നാ സിദ്ദീഖ്. ദുആ ചെയ്യുമ്പോഴത്തിന് കരഞ്ഞോം സയ്യിദ്നാ ഫാറൂഖ്. ഹത്താ യുറാ ഫീ വജ്ഹിഹി ഖത്വാൻ. ഖത്വാൻ 2 കറുത്ത ചാലുണ്ടായിരുന്നു ഉമർ ബിൻ ഖത്താബിന്റെ വെളുത്ത മുഖത്ത്. മിൻ അസരി കസ്റത്തിൽ ബുകാ. കരഞ്ഞിട്ട് കരച്ചിലിന്റെ ആധിക്യം കാരണം ദുആ ചെയ്ത് കരയും സയ്യിദ്നാ ഫാറൂഖ്. വർക്കബറ സയ്യിദ്നാ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞ് ദുആ ചെയ്യുമ്പോൾ കരയും. ഏത് നേരം ദുആ ചെയ്യും കരയും. കരഞ്ഞത് അതാണ് വാസ്ബതൽ വജ്തുഖ ത്വയഅബ്റതിൻ വലന
മിസ്ലൽ ബഹാരി അലാ ഖദ്ദൈക വൽ അനമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഇത് പറയാൻ തീരാത്ത വിഷയമാണ്. റബ്ബുൽ ഇസ്സത്തായ ജല്ല ജലാലായ സുബ്ഹാന്റെ റഹ്മത്താണ് ഈ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കസീറുൽ ബുകാ റസൂലുള്ളാഹിന്റെ രീതിയാണ്. സയ്യിദ്നാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയ കസീറുൽ ബുകാന്റെ ആളായിരുന്നു. സയ്യിദ്നാ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഹത്താ യുറാ അസറുൽ ബുകായി ഫീ വജ്ഹിഹി. ഫാറൂഖ് റളിയല്ലാഹു അൻഹു മുഖത്ത് ദുആ ചെയ്യുമ്പോൾ കരഞ്ഞ കറുത്ത അടയാളങ്ങൾ സയ്യിദ്നാ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ദുആ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമായി പരിഗണിക്കരുത്. ഒരാൾക്ക് ദുആന്റെ വാതിൽ തുറന്നു കിട്ടിയാൽ അയാൾക്ക് റഹ്മത്തിന്റെ വാതിൽ തുറന്നു കിട്ടിയെന്ന് പുണ്യ റസൂൽ. ഒരാൾ ദുആ ചെയ്യാതിരുന്നാൽ അയാൾ ദുനിയാവിലെ ഏറ്റവും വലിയ ആജിസാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഉസ്താദുമാരെ ദുആ അതാണ് നമ്മുടെ ഈ നിഅമത്തിനെ നിലനിർത്തിയത്. നമ്മളെ കയ്യിൽ നമ്മളിവിടെ മറ്റു ഗൾഫിൽ നിന്നോ വരുന്ന കോടിക്കണക്കായ ഡോളറിന്റെ അസറ്റ് അല്ല നമ്മളെ ഈ ബഹുമാനപ്പെട്ട സമസ്തയെയും നമ്മുടെ പ്രസ്ഥാനങ്ങളെയും നിലനിർത്തിയത്. നമ്മുടെ ഉസ്താദന്മാരുടെ ദുആയാണ്. വന്യരായ കണ്ണിയത്ത് ഉസ്താദിന്റെ ദുആയാണ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ റഹ്മഹുല്ലാ അവരുടെ ദുആയാണ്. ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദിന്റെ ദുആയാണ്. പഴയ കാലത്ത് ഇന്ന് നമ്മെ നിലനിർത്തുന്ന നമ്മുടെ മശായിഖന്മാരുടെ ദുആയാണ്. ബഹുമാനപ്പെട്ട വന്യരായ കാളമ്പാടി ഉസ്താദ് ചെറുശ്ശേരി ബഹുമാനപ്പെട്ട അല്ലാഹു തആല അവർക്കൊക്കെ ദീർഘായുസ് നൽകട്ടെ. അടുത്ത ദിവസം ഇവിടെ വന്നിരുന്നു. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് നമ്മൾ ചിന്തിക്കണം. ദുആയെ പോലെ ഒരു പ്രധാനപ്പെട്ട കാര്യമില്ല. എല്ലാവരും റബ്ബിനോട് ദുആ ചെയ്യാൻ തയ്യാറാകണം. ഒരാൾക്ക് ദുആയുടെ വാതിൽ തുറന്നു കിട്ടിയാൽ റഹ്മത്തിന്റെ വാതിൽ തുറന്നു കിട്ടി. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതെല്ലാവരും അത് വളരെ നമ്മൾ ശ്രദ്ധിക്കണം. അതോടുകൂടെ ദുആന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഏത് ദുആയും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അദ്ദുആഉ മൗഖൂഫുൻ ബൈന السماء والارض حتى تصلي على نبيك عن عمر رضي الله عنه قال النبي الدعاء موقوف بين السماء والارض. ദുആ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ നിലനിൽക്കുകയുള്ളൂ, മുകളിലേക്ക് കേറില്ല. ഹത്താ തുസല്ലി അലാ നബിയിക്, നിന്റെ നബിയുടെ മേൽ നീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യ, സ്വലാത്ത് ചെല്ലാതെ ഒരിക്കലും ദുആ ആകാശത്തേക്ക് ഉയരുകയില്ലെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ പ്രധാനപ്പെട്ട അമൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം. ഒരു പ്രധാനപ്പെട്ട ദുആഇന്റെ സദസ്സിലാണ് നമ്മൾ നിലകൊള്ളുന്നത്.